ഞാൻ അജിത് വെണ്ണിയൂർ, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിനടുത്ത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട വെണ്ണിയൂർ, അയ്യങ്കാളിയുടെ ജന്മനാടായ വെങ്ങാനൂരിനടുത്തുള്ള വെണ്ണിയൂരിലാണ് എൻ്റെ ജനനം. 1960-ലാണ്. അമ്മ ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. ഒരു അധ്യാപക കുടുംബത്തിലാണ് ജനിച്ചത്. 4 സ്കൂളുകളിലായിട്ടാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പല കാരണങ്ങളാൽ. തിരുവല്ലം LP സ്കൂൾ, വെങ്ങാനൂർ LP സ്കൂൾ, വെങ്ങാനൂർ ഹൈസ്കൂൾ, തിരുവല്ലം ഹൈസ്കൂൾ. ഈ 4 സ്ഥലങ്ങളിലായിട്ടാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അമ്മയുടെ അച്ഛൻ്റെയും ജോലി സൗകര്യവും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അച്ഛൻ വെങ്ങാനൂരിനടുത്ത് പള്ളിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഗുരുകുലം എന്ന് പറഞ്ഞ പബ്ലിക് സ്കൂൾ നടത്തിയിരുന്നു. അതിൻ്റെ മാനേജരായിരുന്നു. അങ്ങനെ ഒരു അധ്യാപക കുടുംബത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് പഠിത്തവും അതിനെ തുടർന്നുള്ള പ്രവർത്തനമൊക്കെ നടന്നുപോയത്. പക്ഷേ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യത്തോടൊരു അഭിരുചി തോന്നിയിരുന്നു. അതിന് കാരണം തിരുവല്ലത്ത് എൻ്റെ വല്യച്ഛൻ, അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹെഡ് മാസ്റ്ററായിരുന്നു. അപ്പോൾ അവിടെയാണ് അദ്ദേഹം എന്നെ കൈപിടിച്ച് കൊണ്ടുപോയിരുന്നത്. അവിടെ കുട്ടികൾക്കുള്ള ധാരാളം പുസ്തകങ്ങൾ വരുമായിരുന്നു. അപ്പോൾ അവിടെ LP സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കുള്ളൊരു പ്രധാന റെസ്പോൺസിബിലിറ്റി ഒരു അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു പുസ്തകം, കുട്ടികൾക്കുള്ള ഒരു പുസ്തകം വായിക്കണം. ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു സംഗ്രഹം വായിച്ചു കഴിഞ്ഞ് അടുത്ത ആഴ്ച അവിടെ പൊതുവായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലം അതുണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരു പുസ്തക വായനയിലൊരു താല്പര്യം തോന്നി. പിന്നീട് ഹൈസ്കൂളിലേക്ക് മാറിയപ്പോൾ അവിടെ ഗോഖലെ സ്മാരക സാഹിത്യ സമാജം എന്ന വെങ്ങാനൂർ ഹൈസ്കൂളിൽ, അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഒഴുകി. അവിടെ കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു. അപ്പം കയ്യെഴുത്തിൽ എനിക്ക് 3-4 കൊല്ലം തുടർച്ചയായിട്ട് സമ്മാനം കിട്ടിയിരുന്നു. അതുകൊണ്ട് ആ ചുമതല സ്വാഭാവികമായിട്ടും എൻ്റെ കയ്യിലേക്ക് വന്നു. കയ്യെഴുത്ത് മാസികയിലേക്ക് പലപ്പോഴും അവസാനം പല പേരുകളിലൊക്കെ എഴുതി ചേർത്ത് പേജ് നിറയ്ക്കേണ്ടി വരും, സമയത്തിന് കിട്ടാതെ വരുന്ന സമയത്ത് കുട്ടികളുടെ അധ്യാപകരുടെയും രചനകൾ ചേർക്കുമായിരുന്നു. അങ്ങനെ കുറേ അധികം എഴുതി. പിന്നെ അധ്യാപകർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിൽ കൂടിയാണ് ഒരു എഴുത്തിൽ താല്പര്യം വന്നത്. പിന്നെ പത്രത്തിലും അന്ന് പത്രവായനയിലും എൻ്റെ വീട്ടിലന്ന് 2 പത്രങ്ങളാണ് വരുത്തിയിരുന്നത്. ഒന്ന് കേരള കൗമുദി, തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ പത്രം എന്നുള്ള നിലയിൽ എല്ലാ വീട്ടിലും വന്ന് കേരള കൗമുദി ഉണ്ടായിരുന്നു. അതുപോലെ കേരള ജനത എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പത്രമായിരുന്നു, PSPയുടെ. അപ്പോൾ അച്ഛൻ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. അച്ഛൻ ഇതിൻ്റെ ഏജൻസിയും എടുത്തിരുന്നു. അന്ന് ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രം ഏജൻസി എടുത്ത് വീടുകളിലേക്ക് എത്തിക്കുന്നത്. അവിടെ കൊണ്ടുകൊടുക്കുന്നത് നമ്മുടെ പത്ര ഏജൻറ്റ് തന്നെയാണെങ്കിലും ഏജൻസി. അപ്പോൾ വീട്ടിലാണ് ഈ പത്രമൊക്കെ കൊണ്ടുപോയിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇതിന് ഉറച്ചു വായിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പത്രപ്രവർത്തനത്തിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് പിന്നെ ഡെവലപ്പ് ചെയ്തത് കോളേജിൽ, മഹാത്മാഗാന്ധി കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് അവിടുത്തെ സുവനീർ കോളേജ് മാഗസിൻ്റെയും എഡിറ്ററായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. പിന്നെ അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു കോളേജിലെ പ്രവേശനം. 75-80 കാലഘട്ടത്തിലായിരുന്നു മഹാത്മാഗാന്ധി കോളേജിൽ. അവിടെ നമുക്ക് ഈ അടിയന്തരാവസ്ഥ കാലമായതുകൊണ്ട് മുൻകാലങ്ങളിലെ പോലെ വലിയ സമരങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാഹിത്യ സദസ്സുകൾ, ചർച്ചകൾ, പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനുള്ളൊരവസരം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായത് ഗാന്ധി ശതാബ്ദി കാലം 1969-70 വർഷങ്ങളിൽ 1 വർഷം നീണ്ടു നിന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയിലൊരു സഞ്ചരിക്കുന്ന ഗാന്ധി പ്രദർശനം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയ കൂട്ടത്തിൽ വെങ്ങാനൂർ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച അവിടെ ഈ പ്രദർശനം ഉണ്ടായിരിക്കും. ആ സമയത്ത് പ്രസംഗം, ഉപന്യാസം, അങ്ങനെയുള്ള മത്സരങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ അധ്യാപകർ, അമ്മ അധ്യാപികയായിരുന്നതുകൊണ്ടും അധ്യാപക കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ടും നമ്മളെ എപ്പോഴും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാത്തിലും എൻ്റെ പേരങ്ങ് എഴുതി ചേർത്തു. ഉപന്യാസം, പ്രസംഗം ഒക്കെ എഴുതി ചേർത്തു. പങ്കെടുത്തു. ഉപന്യാസത്തിൽ എനിക്ക് 1-ാം സമ്മാനം കിട്ടി, പ്രസംഗത്തിൽ 2-ാം സമ്മാനം കിട്ടി. ജില്ലയിൽ വന്നു. അപ്പോൾ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് ഞാൻ ഗാന്ധി
എൻ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോഴത്തേക്കും വെങ്ങാനൂരിലൊരു ഗാന്ധി സ്മാരക ഗ്രാമ സേവാ കേന്ദ്രം തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഒരു കസ്തൂർബ ഗ്രന്ഥശാല ആരംഭിച്ചു. അപ്പോൾ ആ കസ്തൂർബ ഗ്രന്ഥശാലയിൽ എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പോയി പുസ്തകം എടുത്ത് വായിക്കുക. കുറച്ച് കഴിയുമ്പം ലൈബ്രറിയൻ്റെ ജോലി ചെയ്യേണ്ടി വന്നു. വൈകുന്നേരം പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ലൈബ്രറിയൻ പോയ സമയത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ലൈബ്രറിയൻ്റെ ചുമതലയായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള പുസ്തകങ്ങൾ എടുത്തു വെച്ച്, അന്നൊക്കെ ആദ്യം നമ്മൾ ഡിക്റ്റേറ്റീവ് നോവൽസാണ്, അവിടുത്തെ മുഴുവൻ ഡിക്റ്റേറ്റീവ്സും വായിച്ചു തീർത്തതിന് ശേഷമാണ് മറ്റ് പുസ്തകങ്ങളിലേക്ക് തിരിഞ്ഞത്. അപ്പം അങ്ങനൊരു വായനാശീലം പരിപോഷിപ്പിക്കാൻ സ്കൂളിൽ കഴിഞ്ഞു. അതുപോലെ കോളേജിലും സാധിച്ചു. കോളേജിൽ ഞങ്ങളൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നു, ഛാത്ര യുവ സംഘർഷ വാഹിനി എന്ന് പറഞ്ഞ ജയപ്രകാശ് നാരായണൻ രൂപം നൽകിയ ഒരു ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു യൂണിറ്റ് അവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ രഹസ്യമായിട്ടാണെങ്കിലും ഈ അടിയന്തരാവസ്ഥക്കാലത്തെ ജനാധിപത്യ ധ്വംസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, പരിപാടികൾ അതൊക്കെ സംഘടിപ്പിക്കുക, ആ സമയത്ത് ഇറങ്ങിയിരുന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടന്നിരുന്ന സാഹിത്യം ഞങ്ങൾ പ്രചരിപ്പിക്കുക, ചർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളുണ്ടായിരുന്നു. പിന്നെ അന്ന് കോളേജിൽ ഞങ്ങളുടെ ഭാഗ്യത്തിന് അധ്യാപകരെല്ലാവരും, മലയാളം പഠിപ്പിച്ചിരുന്ന എല്ലാ അധ്യാപകരും എഴുത്തുകാരായിരുന്നു. കുളത്തൂർ കൃഷ്ണൻ നായർ സാർ, അദ്ദേഹം ഇപ്പോഴും കവിതകൾ എഴുതുന്ന ആളാണ്. മാതൃഭൂമിയിലും മനോരമയിലും കേരളഭൂതിയിലും ഒക്കെ കവിതകൾ എഴുതും. ഏതാണ്ട് 90 വയസ്സായി. ആ കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ കവിത എഴുതിയിരുന്നാണ് പ്രൊഫസർ കുളത്തൂർ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം, AR ഗോപാലപിള്ള, ശാന്തകുമാരി ടീച്ചർ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ എഴുത്തുകാരുടെ ഒരു സമ്മേളനമായിരുന്നു അക്കാലത്ത് മഹാത്മാഗാന്ധി കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോ ആഴ്ചയിലും ക്ലാസ്സിൽ വരുമ്പം ആ ലേറ്റസ്റ്റ് പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ലേഖനങ്ങൾ, കവിതകൾ ഒക്കെ വായിക്കുക, അതിനെക്കുറിച്ച് ചർച്ച നടത്തുക. പിന്നെ സാഹിത്യ ചർച്ചകൾ തന്നെ, പ്രത്യേകിച്ച് സാഹിത്യ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നടത്തുക, ക്യാമ്പ് നടത്തുക. അതുപോലെ ആ കാലത്ത് അക്കാഡമി നടത്തിയിരുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളുണ്ടായിരുന്നു. ആ കാലത്താണ് ഞാൻ നെയ്യാർ ഡാമിൽ വെച്ചൊരു ക്യാമ്പ്, അതിൽ പിന്നീട് പത്രപ്രവർത്തകരായ പോൾ മണലിൽ, MV തോമസ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ ആ സമയത്താണ് പരിചയം. MV തോമസ് സാർ അന്നൊരു സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം അവിടെ നിന്നാണ് വന്നത്. പോൾ മണലിൽ എനിക്ക് തോന്നുന്നു മാറിവാനീസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ മഹാത്മാഗാന്ധി കോളേജിൽ. അങ്ങനെ അങ്ങനെയുള്ള സാഹിത്യ ക്യാമ്പുകളിൽ പിന്നെ പങ്കെടുക്കാൻ അവസരമുണ്ടായി. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഞാൻ പഠിത്തം പലതരത്തിലാണ് പോയത്. പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. SSLCക്ക് മോശമല്ലാത്ത മാർക്ക് കിട്ടിയിരുന്നതുകൊണ്ട് അന്ന് പിന്നെ പ്രത്യേക ലക്ഷ്യബോധമൊന്നുമില്ല. അങ്ങനെ ഏതാണോ അഡ്മിഷൻ കിട്ടുന്നത് അതിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടി. അപ്പം പ്രീ ഡിഗ്രി 2ാം വർഷമായപ്പോഴാണ് മനസ്സിലായത് നമുക്ക് പറ്റിയ സബ്ജക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി. പിന്നെ ലിറ്ററേച്ചറിലേക്ക് പോയി. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് സോഷ്യോളജി ആണ് എടുത്തത്. അപ്പോൾ ഈ പഠിക്കുന്ന കാലത്ത് തന്നെ ആ സമയത്താണ് കേരള പത്രിക എന്ന് പറഞ്ഞ പത്രം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്നത്. അത് ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിരുന്നു. ആറ്റിങ്ങൽ ഗോപാലപിള്ള ചെയർമാനും, അഡ്വക്കേറ്റ് അയ്യപ്പൻ പിള്ള മാനേജിങ് ഡയറക്ടറും, തിരുമല കൃഷ്ണൻ നായർ സാറ് അതിൻ്റെ മാനേജിങ് എഡിറ്ററും, കുറച്ചു കാലം ആനന്ദക്കുട്ടൻ സാറും അതിൻ്റെ പത്രാധിപരായിരുന്നു. കേരള കൗമുദിയിലുണ്ടായിരുന്ന G ഗോവിന്ദപിള്ള സാറാണ് അതിൻ്റെ എഡിറ്ററായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ വീക്കെൻഡിലൊക്കെ ഞാൻ ഈ പുസ്തക നിരൂപണം, ചില ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കോളേജിലെ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ ആയപ്പോൾ എന്നോട് ഒരു ദിവസം ഗോവിന്ദപിള്ള സാറ് പറഞ്ഞു, എന്താ ഇങ്ങോട്ടൊന്ന് വന്നുകൂടെ, നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് നമ്മുടെ വീക്കെൻഡിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേരള പത്രിക പത്രത്തിൽ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് പോകുന്നത്. അന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു നല്ല പരിചയസമ്പന്നരായ ഒരു വലിയ നിരയുണ്ടായിരുന്നു അവിടെ. പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ MCJയുടെ അവിടുത്തെ അവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന BS ശശിഭൂഷൺ നായർ, VK ജ്യോതീന്ദ്രകുമാർ, ഹരിയസ് കർത്ത, കഥാകൃത്തായിരുന്ന A ജയകുമാർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് സബ് എഡിറ്റർ. അപ്പം ഞങ്ങളൊക്കെ ട്രെയിനി ആയിട്ട് പോകുന്നതാണ്. അന്ന് ആ സമയത്ത് ഞങ്ങളൊരു 3 പേരാണ് ചേർന്നത്. D ശശി, പിന്നീട് മംഗളം പത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന D ശശി, മാതൃഭൂമിയിലുണ്ടായിരുന്ന മധുസൂദനൻ നായരും ഞാനും. ഞങ്ങളിങ്ങനെ ട്രെയിനീസായിട്ട് അവിടെ ചെല്ലുന്നു. അപ്പോൾ ട്രെയിനീസായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ പ്രധാന പ്രൂഫ് റീഡിങ്ങിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതാൻ പേനയെടുക്കാൻ പിന്നെ സമ്മതിക്കത്തുള്ളൂ. പ്രൂഫ് റീഡിങ്, പിന്നെ അത് കഴിഞ്ഞ് സബ് എഡിറ്റിംഗ്. അന്ന് വാർത്തകൾക്ക് ലേഖകന്മാർ വളരെ കുറവാണ്. ഞങ്ങൾക്ക് കേരളപത്രയിലാകെ 3 ലേഖകന്മാരേ ഉണ്ടായിരുന്നുള്ളൂ, 3 സ്ഥലത്തായിട്ട്. തിരുവനന്തപുരത്ത് ദേവാനന്ദ്, കൊല്ലത്ത് എനിക്ക് തോന്നുന്നത് തേവള്ളി ശ്രീകണ്ഠൻ ആണെന്ന്, സോറി
ആ ആ, ആ, കൊല്ലത്തൊരു ആളുണ്ടായിരുന്നു, എറണാകുളത്തൊരാളുണ്ടായിരുന്നു. അപ്പോൾ PTAയും UNAയും ആയിരുന്നു അന്നത്തെ പ്രധാന ആശ്രയം. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വാർത്തയുടെ രൂപത്തിലേക്കാക്കുക. മറ്റ് പത്രങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ എക്സ്പ്രസ് അങ്ങനെ വടക്കുന്ന് വരുന്ന പത്രങ്ങൾ പോസ്റ്റിൽ വരും. അതിൽ നിന്ന് നോക്കിയിട്ട്, കാരണം വേറെ സോഴ്സസ് ഇല്ല, അതിനെ റീറൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ജോലികളാണ് തന്നിരുന്നത്. പിന്നെ വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോൾ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നുള്ള പത്രങ്ങൾ വരും, ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള പത്രങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ചീഫ് എഡിറ്റർ അത് മാർക്ക് ചെയ്ത് തരും, പിന്നെ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്ത് തയ്യാറാക്കി അടുത്ത ദിവസത്തേക്കുള്ള പേജ് ശരിയാക്കി വയ്ക്കുക എന്നുള്ള. അപ്പോൾ അതിൽ നിന്നാണ് ഒരു പരിശീലനം തുടങ്ങിയത്. ആ കാലത്ത് ഒരു ഇപ്പോഴത്തെ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായ കാര്യമായിരിക്കാം, ഹാൻഡ് കമ്പോസിംഗ് ആണ്, കൈ കൊണ്ടുള്ള കമ്പോസിംഗ് ആണ്. ഗാലി പ്രൂഫ് എന്ന് പറയും. അതിൽ നിന്ന് അതിൻ്റെ പുറത്ത് മഷി പുരട്ടി അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് പ്രസ് ചെയ്ത് അതിൻ്റെ പ്രൂഫാണ് കൊണ്ടുവരുന്നത്. ആ പ്രൂഫ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞത് പേജ് സെറ്റ് ചെയ്യുക എന്ന് പറയും. അത് നൂലൊക്കെ വെച്ച് കെട്ടി നമ്മൾ കോളംസൊക്കെ വരച്ചു കൊടുക്കണം. ഇത്ര കോളം ഇതിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ അതിൻ്റെ കോളംസ് എല്ലാം വരച്ചൊരു ഫോർമാറ്റ് ഉണ്ട്. അതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേജ് പ്രൂഫ് നോക്കി അച്ചടി തീരുന്നത് വരെ എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ പരിശീലനമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ശരിക്കുള്ള ഞാൻ ജേർണലിസം PG ഡിപ്ലോമയും മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമയും ചെയ്തു. ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഡൽഹിയിൽ നിന്ന് അതിൻ്റെ ഒരു ഡിപ്ലോമയും എടുത്തു. പക്ഷേ അതിനേക്കാളൊക്കെ പ്രയോജനം ചെയ്തത് അവിടുത്തെ പ്രാക്ടിക്കലായിട്ടുള്ള പരിശീലനമായിരുന്നു. അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഹരിയസ് കർത്ത ജന്മഭൂമി പത്രം തുടങ്ങിയപ്പോൾ അതിൻ്റെ ലേഖകനായിട്ട് പോയി. അതും ഒരു ജനതാ പരിവാറിൻ്റെയാണ്. BJP RSS പരിവാറല്ല, അന്ന് ജനതാ പരിവാറാണ്. അത് BJP വന്നിട്ടില്ല. അതിലെ ഈ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. MB മന്മഥൻ സാറായിരുന്നു അന്ന് അതിൻ്റെ ചീഫ് എഡിറ്റർ. PVK നെടുങ്ങാടി എഡിറ്ററുമായിട്ടാണ് ആ പത്രം ആരംഭിക്കുന്നത്. അതിലേക്ക് പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം ഫിനാൻഷ്യൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പത്രത്തിലേക്ക് ജോലി കിട്ടി. അതിലേക്ക് പോയപ്പോഴത്തേക്ക് ഞാനങ്ങനെ ജന്മഭൂമിയുടെ തിരുവനന്തപുരത്തെ ലേഖകനായിട്ട് 5 കൊല്ലം, അപ്പോഴാണ് അക്രഡിറ്റഡ് ലേഖകനായിട്ട് വരുന്നത്. അപ്പം അത് വേറൊരു തരം. അപ്പോഴാണ് റിപ്പോർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ, നിയമസഭാ റിപ്പോർട്ടിംഗ് അടക്കം. അന്ന് ഈ ബ്യൂറോ എന്നൊക്കെ പറയാമെങ്കിലും ഒറ്റയാളായിരുന്നു എല്ലാം കൂടി. ബ്യൂറോ ചീഫും അസിസ്റ്റൻറ്റും അറ്റൻഡറും എല്ലാം കൂടി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ പണിയും ചെയ്യണമായിരുന്നു. അതും ഒരു വലിയ ട്രെയിനിങ് ആയിരുന്നു. അവിടുന്ന് പിന്നെ 1985 മാതൃഭൂമിയിലെ ലൈനർമാരെ, പാർട്ട് ടൈം ലേഖകന്മാരെ, ഇതിനിടയിലൊരു അവസരം ഉണ്ടായത്, ഞാൻ ഈ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കേരള ഗാന്ധി സ്മാരക നിധിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗാന്ധി ശതാബ്ദി പരിപാടിയിലെ വിജയവുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാതല മത്സരങ്ങളും പരിപാടികളൊക്കെ നടന്നത് ഗാന്ധി ഭവനിലായിരുന്നു. അത് കോളേജിൽ പോയി കഴിഞ്ഞതിന് ശേഷവും ഗാന്ധിയൻ വിദ്യാർത്ഥി യുവജന വേദി എന്ന പേരിലൊരു സംഘടന, അന്ന് വയലാ വാസുദേവൻപിള്ള സാറാണ് അതിൻ്റെ കൺവീനർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു ഗാന്ധിയൻ യുവജന വേദി ഉണ്ടായിരുന്നു. എല്ലാ പ്രതിവാര ചർച്ചയുണ്ടായിരുന്നു, ഗാന്ധിയൻ വിചാരവേദി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ വളരെ സജീവമായിരുന്നു, അതിൻ്റെ കോർഡിനേറ്ററായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇടയ്ക്ക് നിന്നുപോയ ഗാന്ധി മാർഗം എന്ന് പറഞ്ഞൊരു മാസിക പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു ആശയം വന്നു. അന്ന് അതിൻ്റെ പത്രാധിപ സമിതിയിലുണ്ടായിരുന്നത് ഡോക്ടർ K. രാമേന്ദ്രൻ നായർ സാർ, S. ഗുപ്തൻ നായർ സാർ, വിഷ്ണുനാരായണൻ നമ്പൂതിരി, ഹൃദയകുമാരി ടീച്ചർ തുടങ്ങിയിട്ടുള്ള അവരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആലോചനാ യോഗത്തിൽ എന്നോടും പങ്കെടുക്കാൻ പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. ചർച്ച എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗുപ്തൻ നായർ സാർ ഉണ്ടായിരുന്നു. സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെയർമാൻ. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഉപദേശമൊക്കെ കൊടുത്തിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, ആരെങ്കിലും ഇതിരുന്ന് ചെയ്യാൻ ഒരാൾ ഫുൾ ടൈം കുറച്ച് വർക്ക് ചെയ്യണം, ആരാ അതിന് പറ്റുക എന്ന് ചോദിച്ചപ്പോൾ 1-2 പേര് എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ പത്രപ്രവർത്തനം വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അത് മുഴുവൻ വിടാൻ പറ്റില്ല, 2 കൂടി നോക്കാം എന്ന് പറഞ്ഞ് അതിൻ്റെ സഹപത്രാധിപരായിട്ട്, ഗാന്ധി മാർഗം മാസികയുടെ സഹപത്രാധിപരായിട്ട് ഗാന്ധി സ്മാരകനിധിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മാതൃഭൂമിയിലൊരു പാർട്ട് ടൈം ഒരു ലൈനറായിട്ട് വർക്ക് ചെയ്യാനൊരു അവസരം വന്നപ്പോൾ അതിന് ശ്രമിച്ചു. അതിൻ്റെ അന്ന് ടെസ്റ്റും ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞാണ് എടുക്കുന്നത്. അതെടുത്തു, അതിൽ കയറി. അന്ന് ഞങ്ങളുടെ കൂടെ ഒരു നല്ല ബാച്ച് ഉണ്ടായിരുന്നു. KG മുകുന്ദൻ, RK കുമാർ, SD വേണുകുമാർ തുടങ്ങിയിട്ടുള്ള ഒരു ടീമുണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് പെർമനൻ്റായി. പക്ഷെ ഞാൻ ഒരു
7 ആയപ്പോഴേക്കും എനിക്ക് സാക്ഷരതാ മിഷൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ട് ഒരു ഓഫർ വന്നു. അന്ന് MG ശശിഭൂഷൺ സാറാണ് അതിൻ്റെ ഡയറക്ടറായിരുന്നത്. K ജയകുമാറാണ് അതിൻ്റെ വൈസ് ചെയർമാൻ, അതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൽ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരു ഓഫർ വന്നു. താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് ജോയിൻ ചെയ്യുന്നത്. ഗാന്ധി മാർഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു സൈദ്ധാന്തിക മാസികയായിരുന്നു. അതിൽ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് അതിനകത്തിരുന്നത്. G കുമാരപിള്ള സാറ്, വിഷ്ണുനാരായണൻ നമ്പൂതിരി, MB മന്മഥൻ, ഹൃദയകുമാരി ടീച്ചർ, അങ്ങനെയുള്ള ആ കാലത്തെ ഒരു VS ശർമ്മ തുടങ്ങിയിട്ടുള്ള ഡോക്ടർ ശ്രീനിവാസൻ, ശ്രീനി എന്നുള്ള പേരിൽ സ്ഥിരമായിട്ട് കേരള കൗമുദിയിലൊക്കെ സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ശ്രീനി സാറ്, VK സുകുമാരൻ നായർ, അങ്ങനെയുള്ളൊരു വലിയ നിര എഴുത്തുകാരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതുപോലെ പത്രാധിപ സമിതിയിലും ഗുപ്തൻ നായർ സാറ്, G കുമാരപിള്ള സാറ്, അങ്ങനെയുള്ള പ്രഗത്ഭന്മാർ, K ജനാർദ്ദന പിള്ള സാർ, അന്ന് ഗാന്ധി സ്മാരക നിധിയുടെ ഫൗണ്ടറും അന്നത്തെ സെക്രട്ടറിയും ആയിരുന്ന ജനാർദ്ദന പിള്ള സാറായിരുന്നു അതിൻ്റെ പത്രാധിപർ. പക്ഷെ എനിക്കതിനകത്തൊരു ഫുൾ ഫ്രീഡം തന്നിരുന്നു. പക്ഷെ ആ ഫ്രീഡം ഞാൻ ഉപയോഗിച്ചില്ല. കാരണം ഈ ലേഖനങ്ങളായതുകൊണ്ട് എനിക്ക് അതങ്ങോട്ട് അത്ര ഇന്നില്ലായിരുന്നു. അപ്പോൾ ഓരോ ലേഖനവും വരുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പുണ്ടായിരുന്നത് ഈ പലവിധ ലേഖനങ്ങൾ ചേർത്തുള്ളൊരു സംഗതിയായിരുന്നു. പുനഃപ്രസിദ്ധീകരണം നടത്തിയപ്പോൾ നമ്മളെടുത്തൊരു തീരുമാനം, ഓരോ ഇഷ്യൂവും ഓരോ വിഷയത്തിന് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു സെമിനാർ മാഗസിൻ്റെ മാതൃകയിൽ, ഇപ്പം വിദ്യാഭ്യാസത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്തായിരിക്കണം, അതിലെ ഗാന്ധിയൻ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഊന്നൽ കൊടുത്തിരുന്നത് എല്ലാം ഗാന്ധിയൻ കാഴ്ചപ്പാടിനെ വിമർശിക്കാം. അപ്പോൾ EMS PKV അടക്കമുള്ളവർ അതിനകത്ത് ലേഖനം എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് വളരെ സന്തോഷം. P ഗോവിന്ദപിള്ള സാറ് ലേഖനം എഴുതിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമുള്ളവർ എഴുതിയിട്ടുണ്ട്. ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. പക്ഷേ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അക്കാദമിക് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് ആയിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം ഒരു ഗൗരവതരമായ ഗാന്ധി വായനയിലേക്ക് നയിച്ചത് അതാണ്. കാരണം ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പല പുസ്തകങ്ങളും നമ്മൾ വായിക്കേണ്ടി വന്നു, റെഫർ ചെയ്യേണ്ടി വന്നു. ഉദാഹരണത്തിന് അന്ന് വളരെ പ്രചാരം കിട്ടിയൊരു പുസ്തകമാണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, EF ഷൂമാക്കറുടെ. അപ്പോൾ ആ ഷൂമാക്കറുടെ ലേഖനത്തെക്കുറിച്ചൊരു ലക്കം ഇറക്കണം എന്നന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനാകെ പതറിപ്പോയി. കാരണം കേട്ടിട്ടുണ്ട് ഷൂമാക്കർ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. പിന്നെ അത് പുസ്തകം സംഘടിപ്പിച്ച് അത് മുഴുവൻ വായിച്ചു. അപ്പോൾ അതിലെ ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അതിലെ സാമ്പത്തിക വശം ആരെഴുതും, അതിൻ്റെ അപ്പം ഈ നമ്മൾ എഴുതുന്ന ആളുകൾക്കൊക്കെ ഈ പുസ്തകം വാങ്ങിക്കൊടുത്ത് അവരെ കൊണ്ട് എഴുതിച്ച് അങ്ങനെയാണ് ആ ലക്കം ഞങ്ങൾ ഇറക്കിയിരുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കൂടുതൽ ഗാന്ധി വായനയിലേക്ക് പോകാൻ ആ സമയത്താണ് കളക്റ്റഡ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധി എന്ന സെൻട്രൽ ഗവൺമെൻറ്, ഇപ്പോൾ അത് 100 വോള്യം കഴിഞ്ഞു, അന്ന് 38 വോള്യമാണ് ആ സമയത്ത് ഇറങ്ങിയിരുന്നത്. അതെല്ലാം കൂടി സമാഹരിച്ചു. അതിലെ ഒരു സംരംഭത്തിലും അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, അതിൽ നിന്ന് കേരളവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി എഴുതിയ കത്തുകൾ, ഗാന്ധി നടത്തിയ പ്രസംഗങ്ങൾ, ഗാന്ധിയുടെ കേരള യാത്രകൾ, ഇതെല്ലാം സമാഹരിച്ച് ഒരു പുസ്തകമായിട്ട് ഇറക്കുന്നതിനുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളിലും ഗാന്ധി സെൻറ്റിനറിയുടെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ വൈകിയാണ് അത് 79-ലൊക്കെയാണ് അത് ഒരു രൂപം കൊണ്ടുവന്നത്. അന്ന് കേരള സർവകലാശാലയിലെ മലയാളം വിഭാഗത്തിലെ അധ്യാപകനായിരുന്ന K രാമേന്ദ്രൻ നായർ സാറാണ് അതിൻ്റെ ചുമതലയെടുത്തത്. അപ്പോൾ അന്ന് ജനാർദ്ദന പിള്ള സാർ എന്നോട് പറഞ്ഞു, അതിലൊന്ന് സഹായിക്കാമോ, അത് നിങ്ങൾക്ക് 2 തരത്തിൽ ഗുണം ചെയ്യും. അത്യാവശ്യം നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, അത്യാവശ്യം ഒരു ഓണറേറിയം തരാൻ പറ്റും, അതുപോലെ പഠിക്കാനും പറ്റും എന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിയാവുമ്പോൾ രാമേന്ദ്രനാഥ് സാറിൻ്റെ വീട്ടിൽ ചെല്ലും. രാത്രി 9 മണി വരെ അവിടെ ഇരുന്ന് അദ്ദേഹം സെലക്ട് ചെയ്ത് തരും ചെറിയ ചെറിയ കത്തുകൾ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ സാറത് ഒത്തുനോക്കി കറക്ഷൻസ് വരുത്തും. ചിലത് കഠിനമായിട്ടുള്ള സംഗതികൾ അദ്ദേഹം തന്നെ ഡിക്റ്റേഷൻ തരും, വായിച്ചിട്ട് ട്രാൻസ്ലേഷൻ തരും, അത് നമ്മൾ എഴുതി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു വർക്ക് ചെയ്തു. ആ ഒരു പുസ്തകം ഇറങ്ങി. ഇപ്പോഴും ഗാന്ധിയും കേരളവും എന്ന് പറഞ്ഞപ്പം അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ എഡിഷൻ ഇറക്കിയത്. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതിൽ കൂടി ഉണ്ടായി ചെയ്തു. പിന്നെ കുറേ അധികം പുസ്തകങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച്, ഗാന്ധിജി പല വിഷയങ്ങളെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ, ഗാന്ധിജിയെക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങൾ, അതെല്ലാം പിന്നെ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തി കേരള ഗാന്ധി സ്മാരകൃതി ഏതാണ്ട് 300ഓളം ടൈറ്റിൽസ് ആ സമയത്ത് കേരള ഗാന്ധി സ്മാരകൃതി ഇറക്കിയിരുന്നു.
അന്ന് പ്രസിദ്ധീകരണ വിഭാഗത്തിൽ NP സുകുമാരൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി പണ്ഡിതനാണ്. ഒപ്പം ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ ലൈഫ് മെമ്പറായിരുന്നു, ഒരു സ്ഥിരം പ്രവർത്തകനായിരുന്നു. അദ്ദേഹമാണ് കൂടുതലും ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. പിന്നെ VK സുകുമാരൻ നായർ സാറ്, നമ്മുടെ G ഭാർഗവൻ പിള്ള, നമ്മുടെ G കുമാരപിള്ള സാറ്, അങ്ങനെ പല ആളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ ചെറിയ ചെറിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഗാന്ധി സാഹിത്യം എന്നുള്ള പേരിൽ കൈനിക്കര കുമാരപിള്ള ചീഫ് എഡിറ്ററായിട്ട് 7 വോള്യങ്ങൾ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസം, അർത്ഥശാസ്ത്രം, രാഷ്ട്രീയം, തിരഞ്ഞെടുത്ത കത്തുകൾ എന്ന് പറഞ്ഞിട്ട് 7 വോള്യം പുസ്തകങ്ങൾ ഇറക്കിയിരുന്നു. അപ്പോൾ ഇതിന് മുഖ്യ പങ്ക് വഹിക്കാൻ വേറെ ആളുകളുണ്ടായിരുന്നെങ്കിലും ഇതിലെല്ലാം നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യാനും ഒത്തുനോക്കാനും കറക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം കിട്ടി. അപ്പോൾ അതിൽ കൂടിയാണ് ഒരു ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം, ഒരു പഠനം. പാണ്ഡിത്യമൊന്നും എനിക്കില്ല, പക്ഷെ ഒരു പഠനം നടത്താനുള്ളൊരു അവസരമുണ്ടായി. അത് പിന്നീട് പലതരത്തിൽ നമുക്ക് ഗുണം ചെയ്തു. അത് പത്രപ്രവർത്തനത്തിലും ഗുണം ചെയ്തു. നമുക്കറിയാം, പത്രപ്രവർത്തനത്തിൽ സാധാരണ നിലയിൽ ഉണ്ടാകാനിടയുള്ള ഡീവിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും പെടാതെ പിടിച്ചു നിൽക്കാൻ ഈ ഒരു അടിത്തറ നമുക്ക് വളരെയധികം സഹായിച്ചു. പിന്നീട് കോഴിക്കോടുള്ള ഹരിതം ബുക്സ് ഇറക്കിയൊരു പുസ്തകം, യങ് ഇന്ത്യ ഹരിജൻ എന്ന് പറഞ്ഞൊരു പുസ്തകം, ഗാന്ധിജിയുടെ പത്രപ്രവർത്തനത്തെക്കുറിച്ച് പുസ്തകം എഴുതാനും അത് എനിക്ക് സഹായകമായി. അതിപ്പം 6ാമത്തെ 7ാമത്തെ എഡിഷൻ ഇറങ്ങിക്കഴിഞ്ഞു. നന്നായിട്ട് ആ പുസ്തകം വിറ്റുപോയാണ്. ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഗാന്ധിയെ വിലയിരുത്തുന്നൊരു പുസ്തകമാണ്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയിൽ ഒരു അദ്വിതീയമായ ഒരു കഴിവുള്ള ആളായിരുന്നു. ഒരു അദ്വിതീയൻ എന്ന് തന്നെ പറയാവുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറഞ്ഞതൊരു 10 പുസ്തകങ്ങളെങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഗാന്ധി ആസ് എ കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയിൽ. അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളെക്കുറിച്ച് നമ്മൾ സാധാരണ നിലയിലുള്ള നമ്മുടെ ഒരു ലീഡർഷിപ്പ് കോൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്, വസ്ത്രധാരണം, ഗസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ്, വോയിസ് മോഡുലേഷൻ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് എന്ത് നോക്കിയാലും നമുക്ക് അങ്ങനത്തെ ക്വാളിറ്റീസ്, നമ്മൾ ഈ പറയുന്ന ഒരു സ്റ്റിപ്പുലേറ്റഡ് ഇതൊന്നും ഗാന്ധിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. വസ്ത്രധാരണമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അവതരണമാണെങ്കിലും. പക്ഷേ അസാമാന്യമായൊരു മാസ്മരികത അദ്ദേഹത്തിനുണ്ടായിരുന്നു, ആളുകളെ വശീകരിക്കാനും. അത് അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ മൂല്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, ഇച്ഛാശക്തി, സത്യത്തിനോടുള്ള അങ്ങറ്റത്തെ, അപ്പോൾ ഇതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ളൊരു വിശ്വാസം ആളുകൾക്ക് 100% വിശ്വാസം, അദ്ദേഹത്തെ സംശയിക്കുന്ന ആളുകളൊന്നും ഉണ്ടാകാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിത്യചൈതന്യം എഴുതിയിട്ടുള്ളൊരു ലേഖനം ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അന്ന് ബോംബെയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ജൂഹു ബീച്ചിൽ ഗാന്ധി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ കാണാനും പ്രസംഗം കേൾക്കാനും വേണ്ടി അവധിയെടുത്ത് അദ്ദേഹം ജൂഹു ബീച്ചിൽ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം നിരാശനായി പോയി. ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നു, ആവേശത്തോടുകൂടി മഹാത്മാഗാന്ധിക്ക് ജയ് വിളിക്കുന്നു, ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നു. പക്ഷെ ഗാന്ധി അവിടെ പ്രസംഗിക്കുന്നില്ല. അദ്ദേഹം അവിടെ വരുന്നു, എല്ലാവരെയും സ്റ്റേജിൽ കൈകൂപ്പുന്നു, പിന്നെ കൂടെ ഉള്ളവർ എന്തൊക്കെ എഴുതി കൊടുക്കുന്നു, അതിന് അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുന്നു. ഇതെല്ലാം ആളുകളിങ്ങനെ കണ്ടു നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എണീറ്റ് തിരിച്ച് അദ്ദേഹം എല്ലാവർക്കും നമസ്തേയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പം ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് യതി പോയി ചോദിക്കുന്നു, പിന്നെ എന്താ അദ്ദേഹം ഒന്നും സംസാരിക്കുക? അപ്പോഴാണ് പറയുന്നത് അദ്ദേഹം മൗനവ്രതത്തിലാണ്. പക്ഷെ ജനങ്ങൾ ഇദ്ദേഹത്തിനെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞൊരു വലിയ ഒരു ജനക്കൂട്ടം ഇദ്ദേഹം താമസിക്കുന്ന ആശ്രമത്തിൽ പോയി ആവശ്യപ്പെട്ടത് കൊണ്ട് അദ്ദേഹം വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിനെക്കുറിച്ച് കേൾക്കണമെങ്കിലോ സംസാരിക്കണമെങ്കിലോ ആശ്രമത്തിൽ വന്നാൽ മതി, നാളെ രാവിലെ 8 മണിയാകുമ്പോൾ ആശ്രമത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം ആശ്രമത്തിൽ പോകുന്നു. ആശ്രമത്തിൽ പോകുമ്പോൾ ഇദ്ദേഹം ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുകയാണ്. ഭഗവത്ഗീത ശ്ലോകങ്ങളെ പറഞ്ഞിട്ട് ഗീത വ്യാഖ്യാനം നടത്തുകയാണ്. അപ്പോൾ ഗാന്ധിജി ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെട്ടു ചോദിച്ചിട്ട് ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ ആകെ ചൂളിപ്പോയി, ഭഗവത്ഗീത വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സാരമില്ല, അതൊന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഭഗവത്ഗീത പുസ്തകം വരുത്തി പഠിക്കാൻ തുടങ്ങിയതും
പിന്നെ ഈ ആത്മീയതയിലേക്ക് പോകാനുള്ള കാരണങ്ങളിലൊന്ന് ഗാന്ധിയുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം. അന്ന് പ്രതികരിക്കാൻ മറ്റു വഴികളൊന്നുമില്ല. അപ്പം ഈ ലെറ്റേഴ്സ് ടു എഡിറ്റർ, അപ്പോൾ അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളെയും തോന്നി നിയമത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ലെറ്റേഴ്സ് ടു എഡിറ്റർ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ലേഖനങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അവരത് പബ്ലിഷ് ചെയ്യാറായി. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, എന്നാൽ പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു പബ്ലിക്കേഷൻ തുടങ്ങണം എന്നൊരു ആഗ്രഹം തുടങ്ങി. അന്നൊരു ന്യൂസ് ലെറ്റർ പോലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ എഴുതുകയും കൂട്ടുകാർക്ക് എഴുതി അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളിൽ പലതും ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിൽ വന്നു, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത് പരാജയപ്പെട്ടു. നമുക്ക് അറിയുന്ന കാര്യമാണ്. ദക്ഷിണാഫ്രിക്കയിൽ പോയി. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ഈ കറുത്ത വർഗ്ഗക്കാരെ സംഘടിപ്പിച്ച് പ്രവർത്തനം നടത്തുന്ന കാലത്ത് അവിടെയും ആശയവിനിമയം വലിയൊരു പ്രശ്നമായിരുന്നു. ആദ്യം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടുത്തെ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു, കുറിപ്പുകൾ എഴുതാറുണ്ടായിരുന്നു. അതെല്ലാം ബ്രിട്ടീഷ് ഓൺഡ് പബ്ലിക്കേഷനായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം അതൊന്നും പബ്ലിഷ് ചെയ്യാതായി. പലതും വെട്ടിച്ചുരുക്കി എഡിറ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ ഒന്നിലും എഴുതുന്നില്ല, ഞാൻ സ്വന്തമായിട്ട് എഴുതുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ചില ആളുകൾ, അല്പം സമ്പന്നരായ വ്യവസായികളും എല്ലാം കൂടി ചേർന്നൊരു പ്രസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് അവിടുന്നാണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന പത്രം ആരംഭിക്കുന്നത്. അതിൽ തന്നെ ഒരു സവിശേഷത ഉണ്ടായിരുന്നു. 4 ഭാഷകളിൽ ഒരേ സമയത്ത്, ഒരുപക്ഷെ ലോകത്തൊരു ചരിത്രമായിരിക്കും, അത് വീക്കിലി പത്രമാണ്. 4 ഭാഷകളിൽ, ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, തമിഴ്. ഈ തമിഴ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർ ആലോചിക്കും, ഗാന്ധി തമിഴിൽ തുടങ്ങി എന്ന് പറയും. ഒരു പേജേ ഉണ്ടാവുള്ളൂ ഇതിനകത്ത്, ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജായിരിക്കും തമിഴിലുണ്ടാകുന്നത്. അന്ന് അവിടുത്തെ കുടിയേറ്റ തൊഴിലാളികളൊരു നല്ല പങ്ക് തമിഴ് വംശജരായിരുന്നു. അപ്പം അവർക്ക് വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അവരറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ അറിയാനായിട്ട് അതിനകത്ത് ഗുജറാത്തി ഭാഷയിലുള്ളവർക്ക്, പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും, അങ്ങനെ 4 ഭാഷകൾ ഒരേ സമയത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് അതൊരു കുടുംബമായിട്ട് തന്നെ മാറി. ഫീനിക്സ് ആശ്രമം തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും കൂട്ടിച്ചേർന്നുള്ളൊരു പത്രാധിപ സമിതിയൊക്കെ ഉണ്ടാക്കി ഒരു വലിയ പ്രസിദ്ധീകരണമായിട്ട് ആരംഭിച്ചു. അത് ഗാന്ധിജി അവിടെ വിട്ടു പോകുന്നതിന് ശേഷവും വർഷങ്ങളോളം ആ ഇന്ത്യൻ ഒപ്പീനിയൻ അവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു, ഒരു വലിയ പ്രസ് സ്ഥാപിച്ചിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വീണ്ടും അതുപോലെ തന്നെ അന്ന് ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, നവജീവൻ, യങ് ഇന്ത്യ, പിന്നീട് അദ്ദേഹം സ്വന്തമായിട്ട് തുടങ്ങിയത് ഹരിജൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ അന്ന് നവജീവൻ പബ്ലിക്കേഷൻ്റെ പ്രചാരം 42,000 കോപ്പി വരെ എത്തി എന്ന് ഇത് സംബന്ധിച്ച പഠനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചയോളം പ്രിൻറ്റിങ്, കണ്ടിന്യൂസ് ആയിട്ട് കമ്പോസിങ്ങും പ്രിൻറ്റിങ്ങും ഒരാഴ്ച മുഴുവൻ ചെയ്താലേ ഒരു ഇഷ്യൂ പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. വളരെ പ്രചാരമായിരുന്നു. അന്ന് ഇത് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. തപാലിൽ കുറേ അയക്കുമായിരുന്നു. ബാക്കി പലയിടത്തും ഈ ഗാന്ധിജിയുടെ ആശ്രമങ്ങളിൽ ആളുകൾ ക്യൂ നിന്ന് ഇതിറങ്ങുന്ന ദിവസം, പ്രത്യേകിച്ച് അന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും ബ്രിട്ടീഷിൻ്റെ കീഴിലുള്ള പോലീസ് അവരെല്ലാവരും ഇത് ഇറങ്ങുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നൊരു തന്ത്രം, ഒരു കമ്മ്യൂണിക്കേഷൻ വിദഗ്ധൻ എന്നുള്ളതിൽ അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പുതിയ സമര പരിപാടികളുടെയും അനൗൺസ്മെൻറ്റ് ഇന്നത്തെ പോലെ പത്രസമ്മേളനം വിളിച്ചല്ല, ഇതിൽ എഴുതുന്ന ലേഖനത്തിൽ കൂടി അറിയാൻ പറ്റും എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത്. അപ്പോൾ അതറിയാൻ വേണ്ടി അന്ന് ഈ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിൻ്റെ ആളുകളും പട്ടാളവും അവരെല്ലാവരും ഇതിനെ ആശ്രയിച്ചിരുന്നത്. അങ്ങനെ ഏതാണ്ട് 42,000 കോപ്പി വരെ അച്ചടിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. ലാഭത്തിലായിരുന്നു, ആർക്കും ഫ്രീ കൊടുക്കില്ലായിരുന്നു അത്. അതിലദ്ദേഹം പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ബനിയ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ബനിയ എന്ന് വെച്ചാൽ കച്ചവട കുടുംബമാണ്. ഞാൻ എപ്പോഴും അതിനകത്താണ് നോക്കുന്നത്. പക്ഷേ അദ്ദേഹം അത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിനകത്ത് പരസ്യം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം നിർത്തി. അതിനെക്കുറിച്ചും ഒരു ചരിത്രമുണ്ട്, അതിനെക്കുറിച്ചും പറയാറുണ്ട്. ഇത് നല്ല പ്രചാരത്തിലേക്ക് വന്നപ്പം
പല ആളുകളും അദ്ദേഹത്തെ സമീപിച്ചു, ഞങ്ങൾ പരസ്യം തരാം, അങ്ങോട്ട് ഞങ്ങളങ്ങനെ സഹായിക്കാം എന്ന് പറഞ്ഞു ചെന്നു. ഒരു പേപ്പർ മില്ലുടമ അദ്ദേഹത്തിനോട് ചെന്നിട്ട് പറഞ്ഞു, ഇതിനുള്ള പേപ്പർ മുഴുവൻ, 1 കൊല്ലത്തേക്കുള്ളൊരു പേപ്പർ മുഴുവൻ ഞങ്ങൾ സൗജന്യമായിട്ട് തരാം, അതിൻ്റെ ബാക്ക് പേജിൽ ഞങ്ങളുടെ 1/2 പേജ് പരസ്യം എല്ലാ ലക്കത്തിലും കൊടുക്കണമെന്നോ. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾ പൈസയ്ക്ക് തന്നെ നിങ്ങളെ ഇന്ന് പേപ്പർ മേടിച്ചോളാം, പരസ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നെ അദ്ദേഹം ഡിസ്കൗണ്ട് റേറ്റിന് ഇത് കൊടുത്തിരുന്നു എന്നതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം, ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസും അതിനകത്തുണ്ടാകാൻ പാടില്ല, വാർത്തകളുടെ കാര്യത്തിൽ, പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ. ഗാന്ധിജിയുടെ ഒരു പ്രത്യേകത, ഈ നടത്തിയിരുന്ന പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വായനക്കാരുടെ അഭിപ്രായങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം, ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യില്ല. ലാംഗ്വേജ് എഡിറ്റിംഗ് അല്ലാതെ കണ്ടൻറ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അതിനകത്ത് ചെയ്തിരുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ഗാന്ധിജിയുടെ ഒരു കുറിപ്പ്, അതിനകത്ത് ഒരു പത്രാധിപ കുറിപ്പും അതിൻ്റെ കൂടെ ചേർക്കും. ഇതാണ് വിമർശനം, ഇതാണ് എൻ്റെ മറുപടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്ലിയർ ആവും. ആ ഒരു നിലപാടാണ് ചെയ്തിരുന്നത്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. പിന്നെ കൃത്യദിവസം കൃത്യസമയം എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും, അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ പിന്നീട് എഴുതിയിട്ടുണ്ട്, എല്ലാവരും കൂടി രാത്രിയും പകലും നിന്നാണ് ഈ കമ്പോസിങ് വരെ, കസ്തൂർബ ഒഴിച്ച് മക്കളും എല്ലാം ചേർന്നാണ് കമ്പോസിങ്ങും പ്രിൻറ്റിങ്ങും പോസ്റ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും എല്ലാം നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചും ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിൽ. ഹരിജൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഇറക്കുന്നതിനൊരു പ്രത്യേക പർപ്പസ് ഉണ്ടായിരുന്നു. കാരണം അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ പറ്റുന്നത്, ഇതാണോ സ്വാതന്ത്ര്യ സമരം എന്ന്? സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ പുറത്താക്കാനുള്ള സമരതന്ത്രങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഒരു പുതിയ സമൂഹരചനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ സ്വാതന്ത്ര്യം കിട്ടാൻ ആദ്യം ബ്രിട്ടീഷുകാരെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ള സമരത്തിനല്ലേ നമ്മൾ പ്രാധാന്യം നൽകേണ്ടതെന്നുള്ളത്. ഗാന്ധിജിയുടെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. ഗാന്ധിജി അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, നമുക്കൊരു നവസമൂഹ രചനയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് പറയുന്നത് അതൊരു സ്വാഭാവികമായൊരു പ്രക്രിയയായിട്ട് മാറണം. നമ്മുടെ സമൂഹം ശക്തി പ്രാപിക്കുകയും നമ്മുടെ സമൂഹം നമ്മളെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സ്വരാജ് സങ്കല്പം നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവർക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ നിസ്സഹകരണ സമരവും പിന്നെ നമ്മുടെ നികുതി നിഷേധ പ്രവർത്തനങ്ങളും ഒക്കെ സംഘടിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ ഗോപാലകൃഷ്ണ ഗോഖലെയെ കാണാൻ വരുന്ന സമയത്ത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യം പോയി കാണുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് വിശേഷിപ്പിച്ച. അദ്ദേഹത്തെ പോയി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ അങ്ങയുടെ കൂടെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിനകത്ത് പ്രവർത്തിക്കാൻ 1 കൊല്ലത്തെ ഒരു പ്രൊബേഷൻ ഉണ്ട് ഞങ്ങളുടെ ഭരണഘടനയിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു, 1 കൊല്ലം നിങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ സഞ്ചരിച്ചിട്ട് എന്താണ് ഈ ഇത്രയും വലിയ സംസ്കാര പൈതൃക സമ്പന്നമായ ഒരു സമൂഹം ഈ വിദേശികളുടെ അടിമയായിട്ട് കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്താണ് നമ്മുടെ പ്രശ്നം? അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ ഉന്മൂലനം ചെയ്യാൻ പറ്റുള്ളൂ. രോഗകാരണം നമ്മൾ കണ്ടെത്തണം. അതിന് നിങ്ങൾ ഗ്രാമങ്ങളിൽ പോവുക, ആളുകളായിട്ട് സംസാരിക്കുക, എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഗാന്ധി ഗ്രാമങ്ങളിലേക്ക് യാത്രയാകുന്നത്. യാത്രയാകുമ്പോൾ പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ഗാന്ധി പോകുന്നു, തിരിച്ചു വരില്ലെന്നറിയാം എന്നാണ്. അപ്പോൾ ഗാന്ധി തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ മരിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നുമില്ല. ആ യാത്രയിലാണ് അദ്ദേഹം ബീഹാറിലെ ചമ്പാരനിൽ യാത്ര, അവിടെ പോയി കർഷകരെ സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് അഹമ്മദാബാദിൽ പോയി മിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവിടുത്തെ സമരം നടത്തി. അത് കഴിഞ്ഞ് അഹമ്മദാബാദിൽ വന്നിട്ട് ആശ്രമം സ്ഥാപിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സിൽ കൂടി ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഗാന്ധിജി ഊന്നൽ കൊടുത്തത് ഒരു പുതിയ സമൂഹ രചന എന്നുള്ളതിൽ കൂടിയിട്ടാണ്. അപ്പോൾ ഈ യാത്രയിലാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, ഇത് ബ്രിട്ടീഷുകാരുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ദൗർബല്യം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്നത്. നമ്മൾ ശക്തരായാൽ അവർ അശക്തരായിക്കോളും. അല്ലാതെ അവരെ ആയുധം കൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അവരുടേതുപോലെ തോക്കോ വെടിയുണ്ടയോ ഒന്നും നമ്മുടെ കയ്യിലില്ല.
അവരുടേതുപോലെ പോലീസും പട്ടാളവും ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ അവരെ തോൽപ്പിക്കുകയാണെങ്കിൽ വലിയൊരു രക്തരൂക്ഷിതമായ പോരാട്ടത്തിലേക്ക് പോകും. ഒരുപാട് ആളുകളെ കുരുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കൊണ്ട് സാധിക്കില്ല. പിന്നെ എങ്ങനെ സാധിക്കും? നമ്മൾ ശക്തരായി അവരെ ഒരു ആത്മീയ ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഉപവാസം ഉൾപ്പെടെയുള്ള ഒരു ആത്മീയമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുകയും ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തിയിരുന്ന ഘടകങ്ങൾ, അത് ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും വേഷത്തിൻ്റെയും ആചാരങ്ങളുടെയും പേരിലുണ്ടായിരുന്ന ഈ വിവേചനം, അതാണ് നമ്മുടെ ഇന്ത്യൻ ജനതയെ വിഘടിച്ച് നിർത്തുന്നത്. അപ്പോൾ വിഘടിച്ച് നിർത്തുന്നത് കൊണ്ടാണ് വിദേശ ശക്തികൾക്ക് നമ്മുടെ മേൽ ആധിപത്യം വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് എണീറ്റ് നിന്ന് എല്ലാ ഇന്ത്യക്കാരും ഞങ്ങൾക്ക് ഞങ്ങളെ ഭരിക്കാൻ അറിയാം, നിങ്ങളുടെ സഹായം വേണ്ട എന്ന് പറയുകയും അവരുടെ ഉത്തരവുകൾ, അവരുടെ നിയമങ്ങളെ നിഷേധിക്കുകയും ചെയ്താൽ അവർക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ആ തരത്തിൽ അവർ പിന്മാറേണ്ട ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിലെനിക്ക് വലിയ സംഭാവനകൾ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ മാസികയുടെ എഡിറ്റിങ്ങിലും അതുപോലെ അതിനെ തുടർന്നുള്ള ഞങ്ങൾ പലതരത്തിലുള്ള പഠന ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. അവിടെ വിദ്യാർത്ഥി യുവജന വേദി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയുള്ള പല സംഘടനകളിൽ കൂടിയും പിന്നെ NSSൻ്റെ ക്യാമ്പുകളിൽ ഒക്കെ നമ്മളെ ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പോഴുമൊക്കെ ഈ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിച്ചിരുന്നു. മാധ്യമ ക്യാമ്പുകളിലും ഈവൻ ആ കാലത്തെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, പ്രസ് അക്കാഡമി വർക്കലയിൽ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഒരു മാധ്യമ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. അവിടെ ഞാൻ എന്നോടൊരു വിഷയം അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പങ്കാളിയായിട്ടാണ്, ഞാൻ റിസോഴ്സ് പേഴ്സണായിട്ട് പോയതല്ല, ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് പോയതാണ്. 80കളിലാണ്. അന്ന് എനിക്ക് തോന്നുന്നു സത്യവ്രതൻ സാറായിരുന്നു അന്ന് അതിൻ്റെ ഡയറക്ടറായിരുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന സമയത്തും ഗാന്ധിജിയുടെ പത്രപ്രവർത്തനത്തെക്കുറിച്ചാണ് അന്ന് ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്തത്. അന്നും ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് പലരും ഇത് പറയുന്നത്. ഗാന്ധിജി പത്രം നടത്തിയിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അദ്ദേഹം ഊന്നൽ കൊടുത്തിരുന്ന ചില മൂല്യങ്ങളുണ്ടായിരുന്നു ഒരു മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച്. അതൊരു ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്, അതൊരു കച്ചവടമല്ല. ജനങ്ങളെ സത്യം അറിയിക്കുക, ജനങ്ങളുടെ പ്രതികരണം പ്രതിഫലിപ്പിക്കുക, ജനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുക. അപ്പോൾ അതിന് അദ്ദേഹം ഉപദേശ രൂപത്തിലായിരുന്നില്ല. പുസ്തകങ്ങളെക്കുറിച്ച് അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ, അദ്ദേഹം ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അഭിപ്രായം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്, ഇങ്ങനെ ഈ സംഭാഷണ രൂപത്തിൽ വളരെ ലളിതമായിട്ട് എഴുതുമായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിലൊരു ഒരു ഒരു ഭാഷാ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളായിരുന്നു. വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ കഴിയുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ്, ഏറ്റവും സിമ്പിളായിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. തമാശയായിട്ട് ചലപതി റാവു ഒക്കെ എഴുതിയിട്ടുണ്ട്, ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതുമ്പോൾ മാത്രമേ അദ്ദേഹം ഈ കുരുക്കിട്ട് എഴുതാറുള്ളൂ. നമ്മുടെ നാട്ടുകാരോട് പറയുമ്പോൾ വളരെ ലളിതമായ സിമ്പിൾ ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാന ഘടകമായിരുന്നു. ഏറ്റവും ചെറിയ വാക്കുകളിൽ അന്ന് കോമ്പൗണ്ട് സെൻറ്റൻസ് എഴുതി ഇംഗ്ലീഷ് പ്രാഗൽഭ്യം കാണിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നു. അവിടെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് എഴുതിയിരുന്നു. പിന്നെ അതിനകത്ത് എപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, സത്യസന്ധത. അതിനകത്ത് 100% സത്യം എന്ന് തോന്നുന്ന കാര്യം മാത്രമേ അദ്ദേഹം എഴുതിയിരുന്നുള്ളൂ. അസത്യമാണ്, അവാസ്തവമാണ് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് ഒരു തരത്തിലും ന്യായീകരിക്കാതെ അതിൻ്റെ അടുത്ത ലക്കത്തിൽ ഇന്നയാൾ ഇങ്ങനൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു, ഞാനത് തെറ്റിദ്ധരിച്ചു പോയതാണ്, അതിൻ്റെ വാസ്തവം ഇതാണ്, ഇത് അയച്ചു തന്ന ആളിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള, ഇപ്പോൾ ഗാന്ധിയും കേരളവും പുസ്തകം എഴുതിയാൽ അറിയാം, കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് പിന്നെ ഈ ഐത്തോച്ചാടന പ്രവർത്തനമായിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ തെറ്റായ പ്രസ്താവനകൾ വരുന്നു, ഗാന്ധി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്നുള്ള ആളുകൾ അയച്ച കത്ത് അതേപടി പബ്ലിഷ് ചെയ്തിട്ട് ഗാന്ധിജി അതിന് മറുപടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് എനിക്ക് ഇങ്ങനൊരു തെറ്റായ വിവരം എനിക്ക് കേരളത്തിൽ നിന്ന് കിട്ടി, അത് ഇന്ന ആളാണ് അയച്ച, പേരും പറയും, ഇന്ന ആളാണ് എനിക്ക് അയച്ചു തന്നത്, ഞാൻ അദ്ദേഹമായിട്ട് വീണ്ടും ബന്ധപ്പെട്ടു, അപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ് അയച്ചു തന്നത്, ഇതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞ് അത് തെറ്റാണ് എന്ന് പറയാൻ നമ്മുടെ ഇന്ന് പലരും ചെയ്യുന്നത് പോലെ അതിനെ ന്യായീകരിക്കാനോ സമർത്ഥിക്കാനോ അല്ല ശ്രമിച്ചിരുന്നത്. അങ്ങനെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നടത്തും. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും അതിനോടൊരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നിലനിർത്താൻ അവസാനം വരെ അദ്ദേഹം 2-3 ഘട്ടത്തിൽ അതിന് ചില കോട്ടങ്ങൾ, അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് പ്രസിദ്ധീകരണങ്ങളിൽ ചില സംഗതികൾ വന്നപ്പോൾ അദ്ദേഹം
നിർദ്ദയം അത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. 3-4 തവണ അങ്ങനെ നിർത്തിവെച്ചിട്ട് പിന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം തിരിച്ച് പ്രസിദ്ധീകരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വാല്യൂസ്, നമ്മുടെ പത്രപ്രവർത്തനത്തിലെ എത്തിക്സും വാല്യൂസും പരമാവധി പുലർത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ബാഹ്യമായ ഇടപെടലുകൾക്കോ ഇൻഫ്ലുവൻസിനോ വഴങ്ങാതെ അദ്ദേഹം അത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യത അതിനകത്ത് പാലിച്ചിരുന്നു, മിതത്വം അതിനകത്ത് പാലിച്ചിരുന്നു. മറ്റുള്ളവരോടുള്ള ബഹുമാനം, ആരെക്കുറിച്ച് എഴുതുമ്പോഴും ആ വാക്കുകളിൽ ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ആ വ്യക്തി തേജോവധം ചെയ്യാതെ അദ്ദേഹം പറഞ്ഞ ആശയങ്ങളെ മാത്രം, ഈവൻ ബ്രിട്ടീഷുകാരോട് പോലും അദ്ദേഹം നടത്തിയിരുന്ന കത്തിടപാടുകളും അതൊക്കെ അതിനകത്ത് തന്നെ പബ്ലിഷ് ചെയ്യുമായിരുന്നു. ഈ കത്തിടപാടുകൾ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ് അയക്കുന്ന കത്തുകൾ മുഴുവൻ പബ്ലിക് ഡൊമൈനിൽ വരുന്നത് തന്നെ അദ്ദേഹം തന്നെ എഴുതിയ കത്തുകളിൽ കൂടിയാണ്. പ്രസിദ്ധീകരിച്ച കത്തുകളിലായിരുന്നു. ശരിക്കും അതാണ് പിന്നീട് ഈ 100 വോള്യങ്ങളായിട്ട് ഗാന്ധിജി എഴുതിയതും പറഞ്ഞതും ആയിട്ടുള്ളതെല്ലാം 100 വോള്യങ്ങൾ എന്ന കളക്റ്റഡ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ള നിലയിൽ എന്ന സീരീസിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗം പബ്ലിഷ് ചെയ്ത പുസ്തകം. അതിലൊരു ഗുണമുണ്ടായത്, ഞാനത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായി. ആകാശവാണിയിലെ ഗാന്ധിമാർഗം മാസികയിൽ ഞാനിതിനെക്കുറിച്ച് പലതിലും എഴുതാൻ തുടങ്ങിയപ്പോൾ പല വീക്കെൻഡിലെ മാതൃഭൂമിയിലും കേരള കൗമുദിയിലും അങ്ങനെ പല വീക്കെൻഡിൽ എനിക്ക് അപ്പോഴപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ എഴുതി അയച്ചിരുന്നു. അവരത് വളരെ നന്നായിട്ട് പബ്ലിഷ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഗാന്ധിമാർഗം എന്ന് പറഞ്ഞ ആകാശവാണിയിലെ പരിപാടിയിൽ ഒരു മാസത്തിൽ ഒരെണ്ണം എഴുതാൻ എനിക്കൊരു അവസരം കിട്ടി. എഴുതാനും അവിടെ പോയി അവതരിപ്പിക്കാനുമൊക്കെ അവസരം കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോഴും അത് ആകാശവാണിയിൽ തുടരുന്നുണ്ട്. 2019 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ഈ 150-ാം വർഷം പ്രമാണിച്ചിട്ട് ഒരു കൊല്ലത്തെ ഒരു പരിപാടി അവർ പ്ലാൻ ചെയ്തപ്പോൾ അതിലൊരു 3 മാസത്തേക്ക് ഗാന്ധി സ്മൃതി എന്നുള്ള പരിപാടിയിൽ സ്ക്രിപ്റ്റ് ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. ബിജു മാത്യു എന്ന് പറയുന്ന അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. പിന്നീട് അതിൻ്റെ ഡയറക്ടർ ഇൻചാർജായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ സ്ഥലങ്ങളിലും ഡയറക്ഷൻ കൊടുത്തിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥയെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ അതാകുമ്പോൾ കോൺട്രവേഴ്സി ഒന്നും വരില്ല. മറ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് പലപ്പോഴും കോൺട്രവേഴ്സി വരാം. ഗവൺമെൻറ് മീഡിയ എന്നുള്ള നിലയിൽ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ധാരാളം നമ്മുടെ ഗാന്ധി മാർഗത്തിൽ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. വ്യത്യസ്തമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഈ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള ചില ഏടുകൾ എടുത്തിട്ട് അത് വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാകാമെന്ന്. അപ്പോൾ പറഞ്ഞു ഒന്ന് എഴുതി നോക്കാൻ പറഞ്ഞു. ഒരു 2-3 സ്ക്രിപ്റ്റും തരാൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തൊരു 4 എണ്ണം ചെയ്തു കൊടുത്തു. അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ തുടങ്ങിയത് തന്നെ ഗാന്ധിജിയുടെ നർമ്മത്തെക്കുറിച്ചായിരുന്നു. ഈ നർമ്മരസം പലപ്പോഴും അത് വളരെ ആൾക്ക് അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഗാന്ധിജിയുടെ നർമ്മം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ പത്രപ്രവർത്തകമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത്. ഗാന്ധിയെ സ്ഥിരമായി കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ, എഴുതിക്കൊണ്ടിരുന്ന ഒരു ബ്രിട്ടീഷ് പ്രവർത്തകൻ ഒരിക്കൽ ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണ്, മിസ്റ്റർ ഗാന്ധി, വൈ ആർ യു ട്രാവലിംഗ് ഇൻ 3rd ക്ലാസ് എന്ന് ചോദിച്ചു. ഗാന്ധി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദർ ഇസ് നോ 4th ക്ലാസ് ഇൻ യുവർ ട്രെയിൻ എന്ന് പറയും. ഇൻ യുവർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ട്രെയിനിലാണ്. ഇയാൾ ബ്രിട്ടീഷ് പത്രപ്രവർത്തകനാണ്. ഇതിൽ 4ാമത്തെ ഒരു ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 3ാമത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കൊച്ചു തമാശകളുണ്ട്. ബാലഗംഗാധര തിലകൻ, അദ്ദേഹം അന്നൊരു ഗുജറാത്തിൽ നടന്നൊരു വലിയ പരിപാടിയിലെ മുഖ്യ പ്രഭാഷകനായിട്ട് അദ്ദേഹത്തെ വെച്ചിരുന്നു. 10 മണിക്ക് യോഗം തുടങ്ങണം. ഗാന്ധി 9:55 തന്നെ വന്നു, സ്റ്റേജിൽ കയറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഈ തുടങ്ങുന്നത്. ഗാന്ധി പ്രസംഗമൊക്കെ തുടങ്ങി. ഗോപാലകൃഷ്ണ ഗോഖലെ വരാൻ അരമണിക്കൂർ താമസിച്ചു. ജനങ്ങളുടെ ഇടയിൽ കൂടെ വരുന്നു. ജനങ്ങൾ ആരവത്തോടുകൂടി ഇദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു. ഗാന്ധി വെൽക്കം ചെയ്യുന്നു. എത്തിയതിന് ശേഷം പറഞ്ഞു, അരമണിക്കൂർ വൈകിയാണെങ്കിലും അദ്ദേഹം ഇവിടെ എത്തിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാം. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ അരമണിക്കൂർ വൈകിയാൽ അതിൻ്റെ ഉത്തരവാദി ഗോഖലെ ആയിരിക്കും, തിലകനായിരിക്കും, ഞാനായിരിക്കില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അരമണിക്കൂർ വൈകിയാൽ അതിൻ്റെ ഫലവും അരമണിക്കൂർ വൈകും എന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കൊച്ചു തമാശകളുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇതിനെ വെച്ചിട്ട് 4.5 മിനിറ്റാണ് അതിനകത്ത്, 35 മിനിറ്റാണ് ആ പ്രോഗ്രാം വെച്ചു. അതിന് വലിയ സ്വീകാര്യത കിട്ടി. ഇപ്പോഴും ഏതാണ്ട് 500 എപ്പിസോഡോളം ആകാൻ പോകുന്നു ഈ ആകാശവാണിയിൽ. പിന്നെ അത് നിർത്തിയിട്ടില്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാണ്. ഒരു പക്ഷേ ആകാശവാണിയിൽ അവരൊക്കെ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തുടർച്ചയായിട്ട് ഒരാളിന് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തതാണല്ലോ, അതൊരു
ഇതായിട്ടെടുത്തല്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇത് അന്വേഷിക്കാനും പഠിക്കാനും വായിക്കാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ എന്നുള്ളൊരു സബ് ടൈറ്റിലോട് കൊടുത്തി. പിന്നെ അതിങ്ങനെ ഈ ആകാശവാണിയിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന കാർത്തികേയൻ നായർ സാർ ഒരു ദിവസം എന്നെ വിളിച്ചൊരു 10-15 ലക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ആകാശവാണിയിൽ സ്ഥിരം കേൾക്കുന്നുണ്ട്, ഞാൻ രാവിലെ അനന്തപുരി എണീറ്റാൽ ഉടനെ വെക്കും, 9 മണി വരെ കേൾക്കുന്നതാണ്, അപ്പോൾ ഞാനിത് കേൾക്കുന്നുണ്ട്, ഇതെങ്ങനെ എയറിൽ അലിഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല, ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തന്നാൽ നമുക്കൊരു പുസ്തകമാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ആശയം, ഞാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ആകാശവാണിയിൽ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അവിടെ പോയി തിരിച്ചു വാങ്ങി അത് എഡിറ്റ് ചെയ്തിട്ടാണ് 50 എണ്ണം കഴിഞ്ഞപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തു. അത് അറിയുന്ന ഗാന്ധി അറിയാത്ത ഗാന്ധി എന്നുള്ള പേരിൽ. അത് പിന്നീട് 70 എണ്ണം ആയപ്പം അങ്ങനെ അതിനെ എല്ലാവരും ഇപ്പം 3ാമത്തെ എഡിഷൻ അതായി. അത് കഴിഞ്ഞ് ബാപ്പു അറിഞ്ഞതും അറിയേണ്ടതും എന്ന് പറഞ്ഞൊരു പുസ്തകം 2ാമതൊരെണ്ണം ഇറക്കി. ഇപ്പോൾ 3ാമത് ഗാന്ധി കണ്ട കേരളം, കേരളം കണ്ട ഗാന്ധി എന്നുള്ള പേരിൽ അതിനെ എഡിറ്റ് ചെയ്തിട്ടൊരു പുസ്തകം ആക്കുന്നുണ്ട്. ഇത് വലിയ സ്വീകാര്യത കിട്ടി. ഇപ്പോൾ 2ാമത്തെ പുസ്തകം ഏതാണ്ട് ഫസ്റ്റ് എഡിഷൻ വിറ്റ് തീർന്നു എന്ന് പറഞ്ഞു. ആളുകൾക്ക് അതിനകത്തൊരു താല്പര്യം വരുന്നുണ്ട് ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതിൽ ഞാൻ മാധ്യമപ്രവർത്തനത്തിൽ എനിക്കതും ഒരു വലിയൊരു അവസരമായിരുന്നു. പിന്നെ ദൂരദർശനിലും എനിക്ക് ഞാൻ മാതൃഭൂമിയിൽ ഗാന്ധി സ്മാരകം ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പോഴാണ് ദൂരദർശൻ്റെ മലയാള വാർത്ത തുടങ്ങുന്നത്. ദൂരദർശനിലെ വാർത്താ വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലൊരു വളരെ അവിസ്മരണീയമായ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ ഒരു ചാനലിൽ വാർത്ത ആദ്യം തുടങ്ങുന്ന സമയമാണ്. 1985 ജനുവരി 1 മലയാള പ്രക്ഷേപണം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനാണ് അതിൻ്റെ ഉദ്ഘാടനം. 2-ാം തീയതി മുതലാണ് വാർത്ത. 7 മുതൽ വൈകുന്നേരം 7 മുതൽ 10 മിനിറ്റ് നേരത്തേക്കാണ് വാർത്ത. വളരെ അവിചാരിതമായാണ് എനിക്കതിലേക്കൊരു ക്ഷണം വരുന്നത്. അന്ന് PIBയുടെ തിരുവനന്തപുരത്തെ ചീഫായിരുന്നൊരു കേശവൻ നായർ സാറ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ EK കൃഷ്ണൻ നായർ സാറ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന EK കൃഷ്ണൻ നായർ സാറാണ് അതിൻ്റെ ന്യൂസ് എഡിറ്ററായിട്ട് ചുമതലയേൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ്, സഹായിക്കാൻ ഒരാളെ കൂടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ന്യൂസ് കമ്പൈലേഷന് എഡിറ്റിങ്ങുമായിട്ട്. അജിത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പാർട്ട് ടൈം വർക്കാണ്. വൈകുന്നേരം 3 മണി, ഉച്ചയ്ക്ക് ശേഷം മതിയോ, 2 മണിക്ക് ശേഷം, 7 മണിക്ക് വാർത്ത കഴിഞ്ഞാൽ പോകാം. ഞാൻ പറഞ്ഞു, ഒരു ചലഞ്ചിങ് ജോബാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് വരുന്നത്, ഒരു അഭിമാനമായിട്ടെടുത്ത് ഞാനത് ഏറ്റു. അവിടെ ചെന്നപ്പം വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം അന്ന് വേറെ ആരുമില്ല, കൃഷ്ണനായർ സാറും ഞാനും മാത്രമേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. ഒരു ടൈപ്പിങ്ങിനൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഒരു അറ്റൻഡറും ഉണ്ട്. അന്ന് വാർത്താ വിഭാഗത്തിലൊരു നല്ല ടീമുണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണൻ സാറായിരുന്നു, K കുഞ്ഞികൃഷ്ണനായിരുന്നു എൻ്റെ ഡയറക്ടർ. പിന്നെ T ചാമിയാർ, ബൈജു ചന്ദ്രൻ, PK മോഹനൻ, അൻവർ, അങ്ങനെ ഒരു ടീമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിലുണ്ടായിരുന്നത്. പക്ഷേ ന്യൂസ് തയ്യാറാക്കുക, ഈ വായിക്കാൻ വരുന്ന ആളിനെ വായിപ്പിച്ച് പലതവണ വായിപ്പിച്ച് ക്ലിയറൻസ് കൊടുത്ത് വിടുന്നത് വരെയുള്ള ചുമതല ഞങ്ങളുടെ ടീമിനാണ്. അപ്പം അന്ന് ദൂരദർശനിൽ ലേഖകന്മാരാരുമില്ല, പ്രത്യേകിച്ച് ക്യാമറ യൂണിറ്റും ഇല്ല. 2-3 അതും കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സ്ട്രിങ്ങേഴ്സിനെ വെച്ചിരുന്നു, എറണാകുളം, കോഴിക്കോട് അങ്ങനെയുള്ള ഭാഗത്ത് സ്ട്രിങ്ങേഴ്സ് വെച്ചിരുന്നു. പിന്നെ PIBയും PRD ഒക്കെ കൊടുക്കുന്ന ഫോട്ടോയും വാർത്തയും വെച്ചിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസിൻ്റെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബോർഡിൽ ഈ ഫോട്ടോ ഒട്ടിച്ച് വെച്ച് ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട്, അന്ന് അഴകപ്പനായിരുന്നു അന്നത്തെ അവിടുത്തെ പ്രധാന ക്യാമറാമാൻ. അപ്പോൾ അതിനെ ചലനങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ വാർത്തയും അതിൻ്റെ ഇടയിൽ ഈ 2-3 പടങ്ങളൊക്കെ എടുത്തിട്ട് അതിനകത്ത് മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുകയായിരുന്നു. പിന്നെ അല്ലാതെ വാർത്തകൾ, പ്രധാനമന്ത്രിയുടെ പ്രസ്താവന, രാഷ്ട്രപതിയുടെ പ്രസ്താവനയൊക്കെ വരുമ്പം അവരുടെ പ്രൊഫൈൽ പിക്ചേഴ്സ് എടുത്ത് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിനെ ക്യാമറയിലാക്കി അതിൻ്റെ പുറകിലിങ്ങനെ കാണിക്കും. അല്ലാതെ വിഷ്വൽസ് കാണിക്കാനുള്ളൊരു സംവിധാനമില്ല. ഈ സ്ട്രിങ്ങേഴ്സ് തന്നെ അവർ അന്ന് യൂമാറ്റിക് ക്യാമറയാണ്, യൂമാറ്റിക് ക്യാമറയിൽ ടേപ്പിൽ എടുത്തിട്ട് അത് ബസ്സിലോ ട്രെയിനിലോ ആരെങ്കിലും വശം കൊടുത്തയക്കും. അതിവിടെ കിട്ടി അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും നമ്മളിത് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ വളരെ പരിമിതമായ സൗകര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. ആകെ 2 ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഉണ്ടായിരുന്നത്. സ്റ്റുഡിയോ ഇല്ലായിരുന്നു, ഹോബി വാൻ
സ്റ്റുഡിയോയുടെ പുറകുവശത്ത് ഒരു ഹോബി വാൻ നിർത്തി അതിനകത്തു നിന്നാണ് ഈ വാർത്ത വായിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ വാർത്ത വായിക്കുന്നത് കണ്ണനാണ്. പിന്നീട് മായ, ഹേമലത, അങ്ങനൊരു ടീം, അലക്സ്, സന്തോഷ്, അങ്ങനൊരു ടീം പിന്നെ ഈ വാർത്താ വായനക്കാരായിട്ട് വന്നു. അപ്പം അന്ന് നമ്മൾ ഈ വാർത്ത എഴുതി ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഒരു ബോർഡിൽ ക്ലിപ്പ് ചെയ്തിട്ട് ഓരോ ബോർഡായിട്ടാണ് കൊടുക്കുന്നത്. ഓരോ വാർത്ത ഓരോ ബോർഡായിട്ട് കൊടുക്കും. അങ്ങനെ ഒരു 10 വാർത്തയാണെങ്കിൽ 10 ഇത് ക്ലിപ്പുമായിട്ടാണ് ഈ വാർത്ത വായിക്കാൻ പോകുന്നയാൾ. അപ്പോൾ ഇത് അവിടെ വാനിൽ ഇരുന്നിട്ടാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് വാർത്തകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ഈ സ്പോർട്സ് ഇവൻറ്റ്സ്, പിന്നെ നാഷണൽ ലെവലുള്ള എന്തെങ്കിലും വലിയ പ്രോഗ്രാംസ് വരുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ചിലപ്പോൾ 6:55, 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുകയാണ്. ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ആളും അത് പിന്നെ കറക്റ്റ് ചെയ്യുന്ന ആൾ, ഒരാളിരുന്ന് ഇത് ഒരാൾ എഴുതുമ്പോഴത്തേക്ക് മറ്റേ ആൾ വായിച്ച് ക്ലിയറൻസ് കൊടുക്കും. മറ്റേ അതിൻ്റെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് 2-3 തവണ വായിപ്പിച്ചതിന് ശേഷമാണ് എയറിലേക്ക് പോകുന്നത്. ലൈവായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ പലപ്പോഴും സ്പോർട്സിൻ്റെയൊക്കെ അവസരത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇ കെ കൃഷ്ണനായർ സാറ് സ്പോർട്സിൻ്റെ ഒരു വിദഗ്ധനായിരുന്നു. ക്രിക്കറ്റൊക്കെ വലിയ ഹരമായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ 7:05 വരുന്ന സമയത്ത് ഇദ്ദേഹം വലിയ അക്ഷരത്തിൽ ഇങ്ങനെ അതിനകത്ത് എഴുതി ബോർഡിൽ വെച്ചിട്ട് അവിടെ കൂടെ പോയി കസേരയുടെ അടിയിൽ കൂടെ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ മുകളിൽ കൊടുക്കും. അപ്പോൾ പിന്നെ ഇപ്പോൾ കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞ് അവരത് വായിക്കാൻ ഒരു ത്രില്ലായിരുന്നു ആ സമയത്ത്. ഞായറാഴ്ച മാത്രം 15 മിനിറ്റ് വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു സോഫ്റ്റ് സ്റ്റോറി കൊടുക്കാം. അപ്പോൾ അന്ന് നമ്മുടെ ഒരു ക്യാമറ യൂണിറ്റുമായിട്ട് നഗരത്തിലെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് രസകരമായ ഏതെങ്കിലും സംഭവങ്ങൾ എടുത്തിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞാനും അഴകപ്പനും കൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നിട്ട് ഈ വാവലുകൾ അവിടെ ഇങ്ങനെ ആ ആൽമരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ചിത്രമൊക്കെ എടുത്തിട്ട് അങ്ങനെ ചില സോഫ്റ്റ് സ്റ്റോറീസ്. ഒരിക്കൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ അന്നൊരു വിവാദമായിട്ടുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. ആളില്ലാ കസേരയല്ല, ഈ അവിടുത്തെ ക്ലോക്ക്, അവിടെ ചുമരിൽ വെച്ചിരിക്കുന്ന ആ ക്ലോക്കിൻ്റെ ഫോക്കസ് ചെയ്തിട്ട് വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരെല്ലാം അവിടുന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു വിഷ്വൽ, ബാക്ക്ഗ്രൗണ്ടിൽ ഈ ടൈം കാണിച്ചുകൊണ്ടുള്ള ഒറ്റ ഫ്രെയിമിനകത്ത് അങ്ങനെ ഒരു വിഷ്വൽ എടുത്ത് ഒരു വാർത്ത കൊടുത്തു. അത് പക്ഷേ വലിയ പ്രശ്നമായി. ഗവൺമെൻറ്റിൽ നിന്ന് ചീഫ് സെക്രട്ടറിയുടെ ഇൻഡാസ് വന്നു. കുഞ്ഞികൃഷ്ണൻ സാറ് വിളിച്ച് ഞങ്ങളെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് വലിയ പ്രശ്നമായിരിക്കുകയാണ്, ഇനി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം അന്ന് പെർമിഷൻ എടുത്തിട്ടേ ചെയ്യാവുള്ളൂ, നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം. കേന്ദ്രത്തിലും ഇവിടെയും ഒരേ ഗവൺമെൻറ്റാണ് അന്ന് ഇരിക്കുന്നത് സമയം. വലിയ പ്രഷർ വന്നു. അപ്പോൾ അങ്ങനത്തെ ചില സോഫ്റ്റ് സ്റ്റോറീസ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസിലൊക്കെ പോയി. ക്രിട്ടിക്കൽ സ്റ്റോറി ഇന്ന് ക്രിട്ടിക് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് PTI UNA ആയിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയം. പിന്നെ റേഡിയോ, രാവിലെ മുതലുള്ള എല്ലാ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള എല്ലാ റേഡിയോ പ്രക്ഷേപണങ്ങളും അവിടുത്തെ ഒരു അറ്റൻഡറുണ്ട്, അയാൾ റെക്കോർഡ് ചെയ്ത് അവിടെ വെക്കും. അത് നമ്മൾ ഉച്ചയ്ക്ക് ചെന്ന ഉടനെ ഇത് മുഴുവൻ ഇട്ട് കേൾക്കും. എന്നിട്ട് ഏതൊക്കെയാണ് അന്നത്തെ പ്രധാന വാർത്തകളെന്ന് കേട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് PTI UNA എടുത്തിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞൊരു 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഒരാളെ കൂടെ ഒഫീഷ്യലായിട്ട് വരുന്നത്. ഒരു ജോസഫ് സാർ എന്ന് പറയും. അദ്ദേഹം യോജനയിൽ അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിന് ദൂരദർശനിലേക്ക് വന്നു. പിന്നെ ഈ പാർട്ട് ടൈമായിട്ട് ആളുകളെ കോൺട്രാക്ട് ബേസിൽ പബ്ലിക് റിലേഷൻസിനും പത്രങ്ങളിലുമൊക്കെ വർക്ക് ചെയ്ത് ഒരുപാട് പിന്നെ അതിനകത്ത് വർക്ക് ചെയ്യാൻ അവസരമുണ്ടായി. പക്ഷേ ആദ്യത്തെ ഞാനൊരു 5 കൊല്ലം ആ ഒരു വർക്കിൽ ചെയ്തിരുന്നു. ആഴ്ചയിൽ 5 ദിവസം 6 ദിവസമൊക്കെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ഒരു 3-4 മണിക്കൂർ ഉള്ള പ്രവർത്തനമേ ഉള്ളൂ. പക്ഷേ അതൊരു വലിയ ചലഞ്ചിങ് ഇതായിരുന്നു. കാരണം അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ് ഒരു സ്ഥാപനമാണ്, വാർത്തകൾ അശ്രദ്ധമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയ അച്ചീവ്മെൻ്റായിട്ട് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് വരിക. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യാദൃശ്ചികമായിട്ട് ഞാൻ ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ ഒന്നുമല്ല, യാദൃശ്ചികമായിട്ട് ഇങ്ങോട്ട് വന്ന് വീണതാണ്. അതിനൊരു കാരണമുള്ളത്, PIBക്ക് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഫീച്ചറുകൾ തയ്യാറാക്കി പത്രങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് പലരുടെയും എഡിറ്റോറിയൽ പേജിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് അതിനെക്കുറിച്ച്. അപ്പോൾ അതിൽ എന്നോട് പറഞ്ഞിട്ട് ഞാൻ കുറേ ഫീച്ചേഴ്സൊക്കെ ചെയ്തു. അത് വെച്ചിട്ട് ഒരു നല്ല റിമ്യൂണറേറ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, ചലഞ്ചിങ് ആയിട്ടുള്ളതാണ്. അവർ വരുന്ന മെറ്റീരിയൽസ് തരും, അത് വെച്ച് തരാം. അതിൽ എൻ്റെ ആ എഴുത്ത് അതിലൊരു ഇമ്പ്രഷൻ തോന്നിയിട്ടാണ് എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നത് തന്നെ. അതുപോലെ ആകാശവാണിയിലും വാർത്താ വിഭാഗത്തിൽ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ കുറച്ച് കാലം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 3 മാധ്യമങ്ങളിലും
പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ പിന്നീട് എനിക്ക് സർക്കാരിലും എൻ്റെ അധ്യാപനത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും അതെനിക്കൊരു ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ തിയറിയേക്കാൾ കൂടുതൽ നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിലാണ് അവർക്കും താല്പര്യം, യൂസ്ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമിയിൽ തിരുവനന്തപുരം എഡിഷൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു പ്രത്യേകത, ആദ്യമായിട്ട് ഒരു പത്രം കളറിൽ ബഹുവർണ്ണ പ്രിൻറ്റിങ് നടത്തുന്ന പത്രം മാതൃഭൂമിയായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ വേണുക്കുറുപ്പ് സാറായിരുന്നു, വേണുഗോപാലായിരുന്നു അന്ന് ന്യൂസ് എഡിറ്ററായിട്ട് വന്നത്. രാജൻ പൊതുവാൾ ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നു. രവീന്ദ്രനാഥ് അതിൻ്റെ അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്ററായിട്ട്, അങ്ങനെ ഒരു നല്ലൊരു ടീം വന്നു. അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. എം വർഗീസ് ആയിരുന്നു അന്ന്, അല്ല, PR വാര്യർ സാറ് ബ്യൂറോ ചീഫ് റിപ്പോർട്ടറായിട്ട് എം വർഗീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാവരും കൂടെ ഒരു ടീം തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തിട്ട്, തിരുവനന്തപുരത്തിനെയും പരിസരവും ഗ്രാമങ്ങളും ഒക്കെ പ്രാന്തപ്രദേശങ്ങളും വെച്ചിട്ട് വളരെ അത്യപൂർവമായിട്ടുള്ള ചില ഫീച്ചേഴ്സ് കളർ പടത്തോടുകൂടി പ്രസിദ്ധീകരിക്കണം. അതിൽ അമ്പലങ്ങളാവാം, പള്ളികളാകാം, ഉത്സവങ്ങളാകാം, പിന്നെ ഈ കോവളം, ടൂറിസം, തുറമുഖങ്ങൾ, അങ്ങനെയുള്ള. അപ്പോൾ അതിലൊരു പ്ലാനിങ്ങിൽ എനിക്കൊരു അസൈൻമെൻറ്റ് കിട്ടി. സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തോളാൻ പറഞ്ഞു. ഫോട്ടോഗ്രാഫറും കൂടെ വരും ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ കുറേ അധികം യാത്രകൾ, പനത്തുറ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ദ്വീപിൽ അകപ്പെട്ടുപോയ കുടുംബങ്ങൾ, അവർക്ക് കടത്തുവെള്ളം പോലും ഇല്ലാതെ നഷ്ടപ്പെട്ട ആളുകൾ. ആ സമയത്താണ് രാജീവ് ഗാന്ധി അവിടെ ആ പനത്തുറയിൽ വരുന്നതും പാലം കെട്ടുന്നതും പ്രഖ്യാപനം നടത്തുന്നതും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ കോവളത്തെ ഒരുപാട് ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ നിലവിലിരുന്ന സമയമാണ്. തിരുവനന്തപുരത്ത് ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റോറീസ്, ഇങ്ങനെ കുറേ സോഫ്റ്റ് സ്റ്റോറീസ്, ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് അങ്ങനെ ചെയ്തു. അപ്പോൾ അതിലാണ് സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു ജൂനിയറായിട്ടുള്ള ഒരു ലൈനറായിട്ടുള്ള ഒരു പാർട്ട് ടൈം ലേഖകന് കിട്ടാത്തൊരു പ്രിവിലേജ്, ഈ സ്പെഷ്യൽ സ്റ്റോറീസിന് ബൈലൈൻ കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങുന്ന അപ്പോഴാണ്. ആ സമയത്താണ് ബിനുലാൽ ഇവിടെ ഫോട്ടോഗ്രാഫർ ട്രെയിനി ആയിട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സാഹസികമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി. പിന്നെ ഈ 70-80 വയസ്സ് കഴിഞ്ഞ കുറേ ആളുകൾ ആ കാലത്ത്, ജി രാമചന്ദ്രൻ, ലക്ഷ്മിയൻ മേനോൻ, MP മനോഹരൻ, അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് അവരുടെ ജീവിതാനുഭവങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഫീച്ചർ, അങ്ങനെ കുറേ അധികം ഫീച്ചറുകൾ ചെയ്തു. പിന്നെ മാതൃഭൂമിയിൽ എനിക്ക് ഏറ്റവും വളരെ ഒരു ഉദ്വേഗജനകമായ ഒരു അവസരം കിട്ടിയത്, അസുലഭമായിട്ടുള്ള അവസരം, മറക്കാനാവാത്തൊരു അവസരം എന്ന് വെച്ചാൽ സൽമാൻ റുഷ്ദിയെ ഇൻ്റർവ്യൂ ചെയ്യാനൊരവസരം കിട്ടി. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് സൽമാൻ റുഷ്ദിയെ ഒരു പത്രത്തിൽ അഭിമുഖം ചെയ്യാനായിട്ട് കിട്ടുന്നത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധമായൊരു നോവലുണ്ട്. ഒരു ഡോക്യു ഫിക്ഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ടൊരു BBC ചാനൽ 4-ന് വേണ്ടിയിട്ടൊരു ചിത്രം ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു ടീമുമായിട്ട് കേരളത്തിൽ വന്നു. അപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു മേഖല, അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് 1947 ജനിച്ച ആ വർഷം, അതിന് മുമ്പ് പിൻപോകാൻ പാടില്ല, ആ വർഷം ജനിച്ച ആളുകളാണ് അതിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും. അപ്പോൾ അതിൽ ഡോക്യു ഫിക്ഷനിലേക്ക് എടുക്കുന്ന ആളുകളും ആ വർഷം ജനിച്ചവരായിരിക്കും. അതിലൊരാളൊരു പത്രപ്രവർത്തകനായിരുന്നു, മൂസത്ത്, നമ്മുടെ AVK മൂസത്തായിരുന്നു അതിലെ ഒരു കഥാപാത്രം. ഒരു ആന പാപ്പാനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവതരണമൊക്കെ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സമയത്ത് അന്ന് തിരുവനന്തപുരത്തെ 2 ഇംഗ്ലീഷ് പ്രമുഖ ജേർണലിസ്റ്റുകളായിരുന്നു ഈ അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിൽ സഹായിച്ചിരുന്നു. ഒന്ന് വേണുമേനോൻ, മറ്റൊന്ന് അയ്യപ്പ പ്രസാദ്. ഇവർ രണ്ടുപേരും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളും. എല്ലാ ദിവസവും വൈകുന്നേരം കോഫി ഹൗസിൽ കൂടുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കോഫി ഹൗസിൽ കോഫി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേണു പറഞ്ഞു, സൽമാൻ റുഷ്ദി കേരളത്തിലുണ്ട് കേട്ടോ. അപ്പം ഇവർ തമ്മിൽ ഉണ്ട്. പക്ഷേ ജിയോ ഡൺലപ്പ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ സഹസംവിധായകനും ക്യാമറാമാനുമായിട്ടുള്ള ഒരു ആളിൻ്റെ പേരിൽ കോവളത്ത് ITDC ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത്. സൽമാൻ റുഷ്ദി എന്നുള്ള പേര് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം രഹസ്യമായിട്ട്, കാരണം അത് വലിയൊരു കോൺട്രവേഴ്സി നടക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ വലിയ വ്യാപകമായ പിന്നെ വിദ്വേഷ പ്രസംഗങ്ങളും
ലേഖനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വയ്ക്കാതെ അദ്ദേഹത്തിന് അറിയാതെ ഇടയ്ക്ക് അദ്ദേഹം ഇവരുടെ കൂടെ അറിയാതെ പോയി ചെന്ന് ഇവരുടെ കൂടെ നിന്നിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇല്ല ഇദ്ദേഹം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവസാനം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്, അദ്ദേഹം ഒരു പത്രക്കാരെയും കാണില്ല എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ നമ്മളൊരു സൂത്രം കളിച്ചു. അന്ന് ചിത്രഭൂമി മാസിക തുടങ്ങിയ സമയമാണ്. അപ്പോൾ അതിൽ ഒരു ഷൂട്ടിംഗ് റിപ്പോർട്ട് തയ്യാറാക്കാൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് വലിയതുറയിൽ പോയി അതിൻ്റെ ഷൂട്ടിംഗ് റിപ്പോർട്ടുകളെല്ലാം ഉണ്ടാക്കി അവരുമായിട്ട്. അപ്പോൾ GF ഡൺലപ്പിനെ വളരെ വിശദമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒന്ന് റഷ്ദിയെ കൂടെ കണ്ടാൽ കൊള്ളാം, ഒരു ചെറിയ കോൺട്രവേഴ്സി നിയമസഭയിൽ നടക്കുന്നുണ്ട്. അന്ന് നിയമസഭയിൽ എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തലയാണെന്ന് തോന്നുന്നു, പ്രതിപക്ഷത്തു നിന്നൊരു പ്രമേയം കൊണ്ടുവന്നു. ഈ ഇന്ത്യ വിരുദ്ധ ചിത്രം നിർമ്മിക്കുന്നതിന് സൽമാൻ റഷ്ദിക്ക് സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ അനുമതി കൊടുത്തിരിക്കുന്നു, ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്, ഇന്ത്യയിൽ മുഴുവൻ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞിട്ടൊരു അസംബ്ലിയിലൊരു പ്രമേയം കൊണ്ടുവന്നു. അത് എല്ലാ പത്രങ്ങളിലും അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഫ്രണ്ട് പേജിൽ വന്നതാണ്. അപ്പോൾ ആ ദിവസമാണ് ഇദ്ദേഹം ഇവിടുന്ന് തിരിച്ച് ബ്രിട്ടീഷ് എയർവേസിൽ മദ്രാസിൽ പോയിട്ട് അവിടുന്ന് ബ്രിട്ടീഷ് എയർവേസിൽ പോകാനായിട്ട്. അപ്പം ഡൺലപ്പ് ആദ്യം പറഞ്ഞു ഇല്ല അദ്ദേഹമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, ഞങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി, ഇൻ്റർവ്യൂ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ രാവിലെ 6:30 മണിയാകുമ്പോഴത്തേക്ക് ITDC ഹോട്ടലിലെ കോഫി ഷോപ്പിൽ വന്നാൽ അതിൽ 7:30 മണിയാകുമ്പോൾ പുള്ളി അവിടെ നിന്ന് പുറപ്പെടും, അവിടെ വെച്ച് ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസത്തെ പത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും പടങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ വലിയ ഹാപ്പിയായി അദ്ദേഹം. അങ്ങനെ അവിടെ ചെന്നു, അദ്ദേഹത്തിനെ അവിടെ ചെന്ന് ടേബിളിൻ്റെ അവിടെ ചെന്ന് പരിചയപ്പെട്ടു. എന്നാൽ വേണുമേനോനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു ഇങ്ങനെ ഇന്നത്തെ പത്രത്തിൽ വലിയ വാർത്ത വന്നിട്ടുണ്ട്, നിയമസഭയിൽ താങ്കൾക്കെതിരെ ഒരു ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ചിത്രം നിർമ്മിക്കുകയാണ് എന്നാണ് വന്നിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു ഒരിക്കലുമല്ല, ഞാൻ സ്വതന്ത്ര ഭാരതത്തിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണ് എൻ്റെ ചിത്രം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ പത്രത്തിൽ ഇത്രയും വന്ന സ്ഥിതിക്ക് ഈ ഒരു വാചകം ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഒന്ന് ചെയ്തു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി എത്ര ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാവും, അത് ഇന്ന എത്ര ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാവും, ബാക്കി കാര്യങ്ങളെല്ലാം GF ഡൺലപ്പ് പറയും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എണീറ്റങ്ങ് പോയി. പിന്നെ ഞങ്ങൾ GF ഡൺലപ്പിൻ്റെയും കൂടെ ഇരുന്നിട്ട് ഇതൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കി കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളൊരു 7:30 മണിയാകുമ്പോൾ പിരിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം മദ്രാസിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു, വാർത്ത കൊടുത്തു. അപ്പം ഓഫീസിലും എല്ലാവർക്കും വലിയ ഇതായി. പക്ഷെ പലർക്കും ഈ ആരാണെന്ന് പോലും ഡെസ്കിലിരിക്കുന്ന പലരൊക്കെ എന്നോട് ചോദിച്ചു ഇതാരാ ഈ കക്ഷി എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അന്ന് വർഗീസ് സാറും വേണുക്കുറുപ്പ് സാറും ഒക്കെ വളരെ ആവേശഭരിതരായി അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസത്തെ വാർത്ത കൊടുത്തു. എൻ്റെ ചിത്രം സ്വതന്ത്ര ഭാരതത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടി സൽമാൻ റഷ്ദി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വലിയ ബഹളമായി. കാരണം മറ്റു പത്രങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും വർഗീസ് ഏട്ടനെ വിളിക്കാൻ തുടങ്ങി. ഈ റഷ്ദി എവിടെയാണ് വന്നത്, ഇത് ഒരു വ്യാജ ഇൻ്റർവ്യൂ ആണെന്ന് വരെ പറഞ്ഞു. പിന്നെ നമ്മളത് സമർത്ഥിച്ച് കൊടുക്കേണ്ടി വന്നു. അതൊരു ജീവിതത്തിലൊരു വലിയ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒത്തിരി പേര്, വന്ദന ശിവ, ശ്രീലങ്കൻ സർവോദയ പ്രവർത്തകനായ ആര്യരത്ന, ഈ അടുത്ത കാലത്ത് മരിച്ച ആര്യരത്ന എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്യരത്നെ അടക്കമുള്ള ഒത്തിരി ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. G. രവീന്ദ്രവർമ്മ, ചിലതൊക്കെ വീക്കെൻഡിലാണ് വന്നിട്ടുള്ളത്, അല്ലാത്തത് പത്രങ്ങളിലും വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആ കാലത്ത് കുറച്ചൊരു ഫീച്ചർ ടൈപ്പ് വാർത്തകൾ തയ്യാറാക്കാനുണ്ട്. റൊട്ടീൻ വാർത്തകളെക്കാൾ കൂടുതൽ അത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം നമ്മുടെ ഈ ഭാഷ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാനും, കാരണം അതിൽ പലരും അത് നോക്കി എഡിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഞാനിത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ എഡിറ്റ് ചെയ്ത ഭാഗം, ഞാൻ എഴുതിയതും ഈ എഡിറ്റ് ചെയ്ത ഭാഗവും കൂടെ വെച്ച് നോക്കി എവിടെയാണ് ഈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് തിരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരവസരവും അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ മാതൃഭൂമിയിൽ എടുത്തു കഴിഞ്ഞ സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് ഞങ്ങളൊരു 2 ആഴ്ചത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിലും ഏറ്റവും പ്രഗത്ഭന്മാരായ ഉത്തമക്കുറുപ്പ്, P. രാജൻ, വേണുക്കുറുപ്പ് തുടങ്ങിയിട്ടുള്ള അന്നത്തെ പ്രഗത്ഭന്മാരായ ആളുകളുടെ ഒരു പഠനക്കളരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അക്കാഡമിക്കായിട്ട് പഠിച്ചതിനേക്കാൾ കൂടുതൽ ഈ പ്രായോഗികമായിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളൊരു അവസരം കിട്ടി. മാതൃഭൂമി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. ആ സമയത്താണ് MD നാലപ്പാട് പത്രാധിപരായിട്ട് വന്നത്. അദ്ദേഹം ഇതിനൊക്കെ വളരെ
നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതുപോലെ വിവാദമായൊരു വാർത്തയുണ്ടായിരുന്നു. ആ സമയത്ത് കോവളത്ത് ITDC ഹോട്ടലിൽ വെച്ചൊരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പ്രമുഖ പാർട്ടിയുടെ ഒരു നേതൃസമ്മേളനം അവിടെ നടന്നു. അപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായിരുന്നു അന്ന് അവിടുത്തെ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും അതാത് ദിവസത്തെ അക്കൗണ്ട് ബില്ലുകളെല്ലാം ഓഡിറ്റ് ചെയ്യും. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അജിത്തെ, ഇവിടെ ഒരു പാർട്ടിയുടെ സമ്മേളനം നടന്നു, അതിൻ്റെ ബില്ല് പോയിരിക്കുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിലേക്കാണ് ഇതിൻ്റെ ബില്ല് പോയിരിക്കുന്നത്. അന്ന് തന്നെ ഏതാണ്ട് 3-3.5 ലക്ഷം രൂപയാണ് അതിൻ്റെ ബില്ല് പോയിരിക്കുന്നത്. നടന്നത് പാർട്ടിയുടെ സമ്മേളനമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് ഈ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് മാതൃഭൂമി പ്രാധാന്യം കൊടുത്താൽ കത്തി കയറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൂടെ വെച്ചിട്ടാണ് ഇങ്ങനത്തത് മാതൃഭൂമി മാത്രമേ കൊടുക്കൂ എന്നുള്ള സങ്കല്പത്തിലാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിച്ച് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, അത് നാളെ ഞാൻ സംഘടിപ്പിച്ച് തരാം, പക്ഷേ ഒരു വെളുപ്പിന് 4 മണിക്ക് ഇവിടെ വരണം. എങ്ങനെയെങ്കിലും ഇവിടെ വന്നാൽ ഞാനതിൻ്റെ ഒരു കോപ്പി, അന്ന് ഈ ഫോട്ടോസ്റ്റേറ്റ് മെഷീനും സംവിധാനങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തൊരു സമയമാണ്. അപ്പം ITDCയിലേക്ക് അയച്ചതിൻ്റെ ഈ ITDCയിൽ നിന്ന് ഈ സ്ഥാപനത്തേക്ക് അയച്ച ബില്ലിൻ്റെ കോപ്പിയും ഈ സമ്മേളനത്തെക്കുറിച്ച് ഈ പാർട്ടിയുടെ തന്നെ പത്രത്തിൽ വന്നൊരു റിപ്പോർട്ടും അതിൻ്റെ കോപ്പി എല്ലാം കൂടെ സംഘടിപ്പിച്ചിട്ട് ഞാൻ നമ്മുടെ വർഗീസേട്ടനെ, ബ്യൂറോ ചീഫിനെ പോയി കണ്ടു. നമ്മളിങ്ങനൊരു വാർത്തയുണ്ട്, സംഭവം എന്ന് പറഞ്ഞു. വളരെ ത്രിൽഡായി. കാരണം അന്ന് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. നല്ല ഗംഭീര സാധനമുണ്ടല്ലോ അടിക്കാമെന്ന് പറഞ്ഞു. തയ്യാറാക്കി കൊടുത്തു. അപ്പോൾ ഞാനിത് തയ്യാറാക്കി അയച്ചു. വർഗീസേട്ടൻ അപ്പം തന്നെ അയച്ചു. അന്ന് അശോകേട്ടൻ ചീഫ് റിപ്പോർട്ടറായിട്ട് ഇവിടെ വന്ന കാലമാണ്. അശോകേട്ടൻ അത് വളരെ താല്പര്യത്തോടു കൂടി എടുത്തു, അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഒരു 3:30-4 മണിയായപ്പം വിളിച്ച് പറഞ്ഞു, എഡിറ്റർ കാണണമെന്ന് പറയുന്നു, നേരെ അവിടെ ചെല്ലാൻ പറഞ്ഞു. അന്ന് പെരുന്താന്നിയിലാണ് മാതൃഭൂമിയുടെ ഓഫീസ്, ബ്യൂറോ ശാന്തിനഗറിലായിരുന്നു. അപ്പം നേരെ അവിടെ ചെന്നു പറഞ്ഞു, ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് മാത്രം നമുക്ക് ഈ വാർത്ത കൊടുക്കാനൊക്കില്ല. ഇവിടുന്ന് ബില്ല് അയച്ചു എന്ന് പറയുന്നത് ശരിയാണ്, ബില്ലും കണ്ടു, പക്ഷേ ഇത് ആ സ്ഥാപനത്തിൽ ഇത് അവിടെ കിട്ടി, അവിടുന്ന് ഇത് പേയ്മെൻറ്റിന് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തിയാലേ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. പിന്നെ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പുറകെ പോയി അവിടെ ആളുകളെ കണ്ടുപിടിച്ച്, അപ്പോൾ അവിടെ ഇത് ഇൻവേർഡിൽ വരുത്തി പറഞ്ഞു, അതിന് മുമ്പ് വാർത്ത കൊടുത്താൽ ഇവർ ഈ ബില്ല് അതേപടി മുക്കിക്കളയും. അപ്പം അവിടെ മറ്റേ ITDCയിൽ ചെയ്ത ആൾ ഇത് മുക്കാൻ പറ്റാത്ത രീതിയിൽ റെക്കോർഡാക്കി കളഞ്ഞു. എല്ലാ രജിസ്റ്ററുകളിലൊക്കെ എഴുതി റെഡിയാക്കി വെച്ചു. കാരണം പുള്ളിക്ക് അത്ര ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ചെന്നു, അത് അവിടെ ഇൻവേർഡിൽ വരുത്തി, അവിടെ അത് ഫയലാക്കി അതിൻ്റെ ഫോട്ടോ കോപ്പിയും കൂടെ സംഘടിപ്പിച്ചു കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് പത്രത്തിൽ കൊടുത്തത്. അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടുകൂടി 8 കോളം വാർത്ത എൻ്റെ ബൈലൈനുമായിട്ടൊക്കെ വന്നു. ദിവസം രാവിലെ മുതൽ നാലപ്പാടിന് ഇങ്ങനെ ഫോൺ വിളികളോട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ അടുത്ത ദിവസം ഒരു ഉത്തര കേരളത്തിലെ ഒരു ജില്ലയിൽ വെച്ച് ഈ പാർട്ടിയുടെ വേറൊരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു, പ്രധാനപ്പെട്ട സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഈ പത്രത്തിൽ വരുന്നത്. അപ്പോൾ അന്ന് ഇതിന് കാരണക്കാരനായ മന്ത്രി ആ അതിൽ വെച്ചിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഇമ്പ്രഷൻ ഈ മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ സ്പോൺസർ ചെയ്താണ് നടത്തിയെന്നുള്ള ഇമ്പ്രഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് മാനക്കേടായി, ഈ തുകയ്ക്ക് നിവൃത്തിയില്ലാത്തതാണ് നമ്മുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫയർ ചെയ്തു വാർത്ത. അപ്പോൾ എന്നിട്ട് ITDCയെ സ്വാധീനിച്ചിട്ട് ഇദ്ദേഹം അവിടുന്ന് അതിൻ്റെ റെക്കോർഡുകളൊക്കെ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ട് ഈ പൈസ മുഴുവൻ ക്യാഷായിട്ട് കൊണ്ടുവന്ന് അവിടെ അടപ്പിച്ചു. അപ്പോൾ അന്നും ഈ ഓഡിറ്റർ അവിടെ ഉണ്ടായിരുന്നു. ഈ അടച്ചതിൻ്റെ റെസീറ്റും ഇദ്ദേഹം വന്ന സമയം എല്ലാം കൂടെ കുറിച്ച് തന്നു. അടുത്ത ദിവസം ആ വാർത്തയും കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ അവസാനം ഈ മന്ത്രി തന്നെ പോയി ഇദ്ദേഹത്തിനെ പോയി കണ്ടു, സംസാരിച്ചു, പറഞ്ഞു, ഞങ്ങൾ ഈ വാർത്ത കൊടുത്തു, ഞങ്ങൾക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, ഇത് ഇങ്ങനെ ഒരു ആവർത്തിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു. അത് അവസാനിച്ചു. പക്ഷേ എന്നെ പിന്നെ പല കാര്യത്തിലും ഇതിൽ ചില ആളുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതൊന്നും കാര്യമായിട്ട് നടക്കാൻ പോയില്ല. അങ്ങനെ ചില അനുഭവങ്ങൾ നമുക്ക് ആ കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് ഇൻവെസ്റ്റിഗേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ കൂടുതൽ പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസിലായിരുന്നു. അത് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ ഞായറാഴ്ച പതിപ്പുകളിൽ സ്ഥിരമായിട്ട് എഴുതാനുള്ള അവസരം എനിക്ക് കിട്ടി. നമുക്ക് ഭാഷ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാനും ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും അതെനിക്ക് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിഴിഞ്ഞത്ത് ആദ്യമായിട്ട് തിരമാല വൈദ്യുതി ഒരു പ്രോജക്റ്റ് വരുന്നത്. വളരെ യാദൃശ്യമായിട്ടാണ് അതിനെക്കുറിച്ചുള്ളൊരു വിവരം എനിക്ക് കിട്ടുന്നത്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പിന്നീട് അതിൻ്റെ ഡയറക്ടറായിട്ട് വന്ന, വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡയറക്ടറായിട്ട് വന്ന ജയകുമാർ എഞ്ചിനീയർ, അദ്ദേഹം
അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞു, ഞാനിപ്പം അദ്ദേഹം മദ്രാസ് IIT-യിലെ പ്രൊഫസറായിരുന്നു, ഞാനിപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് തിരുവനന്തപുരത്തുണ്ടാവും. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ വിഴിഞ്ഞത്തൊരു പുതിയ പ്രോജക്റ്റ് വരുന്നു, തിരമാലയിൽ നിന്ന് വൈദ്യുതി, അതിൻ്റെ പരീക്ഷണം ആണ് നടക്കുന്നത്. അത് ജപ്പാനിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ജപ്പാൻ ടെക്നോളജിയോടുകൂടി ഇവിടെ നടത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിന് നാച്ചുറലായിട്ട് ഉള്ള ഒരു സ്ഥലം വേണം. അത് അവർ ഗവേഷണം നടത്തിയപ്പോൾ ഈ ഇത്രയും ആഴത്തിലും ഇത്രയും നല്ല ശക്തിയിൽ തിരമാല കിട്ടുന്നത് വിഴിഞ്ഞത്താണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു ക്യൂരിയോസിറ്റി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അതിന് വീട്ടിലെ പെരുന്താന്നിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. വീട്ടിൽ വന്നാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്തൊരു ഞായറാഴ്ച അവിടെ പോയി നോക്കി വളരെ ഡീറ്റെയിൽ റിപ്പോർട്ടെല്ലാം തന്നു, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പിക്ചറെല്ലാം കൊണ്ട് തന്നു. അപ്പോൾ ഇതെല്ലാം കൂടി തയ്യാറാക്കി ഞാൻ അപ്പം വാരാന്ത്യ പതിപ്പിൽ, അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്, വാരാന്ത്യ പതിപ്പിൽ പ്രത്യേകം നല്ല കാശ് കിട്ടും. അപ്പോൾ തയ്യാറാക്കി ഒരു ഫീച്ചറായിട്ട് തയ്യാറാക്കി ഞാൻ മാതൃഭൂമിക്ക് കോഴിക്കോടേക്ക് അയച്ചു. അന്ന് NV കൃഷ്ണവാര്യർ സാറാണ് ചീഫ് എഡിറ്റർ. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വർഗീസ് ഏട്ടൻ എന്നെ വിളിക്കുന്നു. അവിടുന്ന് ചീഫ് എഡിറ്റർ വിളിച്ചിരുന്നു, നിങ്ങളൊരു ലേഖനം വാരാന്ത്യ പതിപ്പിലേക്ക് അയച്ചു, ഇത് വാരാന്ത്യ പതിപ്പിൽ കൊടുക്കേണ്ടതാണ്, ഇത് പത്രത്തിൽ 1-ാം പേജിൽ വരേണ്ടതല്ലേ എന്ന് NV പറഞ്ഞിരിക്കുന്നു. അയാളെ വിളിച്ചു വരുത്തി അത് വാർത്തയാക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞ് വേഗം അവിടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ബ്യൂറോയിൽ ചെന്നിരുന്ന് തന്നെ ഇത് വെച്ചിട്ട് പെട്ടെന്നൊരു വാർത്തയാക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് വാർത്തയാക്കി ഒരു 7 മണിയായപ്പോൾ ഓരോ പേജായിട്ട് എഴുതി കൊടുക്കുന്നു, കമ്പോസ് ചെയ്യുന്നു, പ്രൂഫ് എടുക്കുന്നു. അങ്ങനെ അന്ന് തന്നെ കൊടുത്തു. പിറ്റേ ദിവസം നോക്കുമ്പം ഓൾ കേരള, കോഴിക്കോടാണ് ഏറ്റവും ടോപ്പിൽ, 8 കോളം വാർത്ത, തിരമാലയിൽ നിന്ന് വൈദ്യുതി എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കരമായിട്ട്, പിന്നെ അത് ബാക്കി പത്രങ്ങളുമൊക്കെ പിന്നീടാണത് ഫോളോ അപ്പ് ചെയ്യുന്നത്. അങ്ങനെ കുറേ എക്സ്ക്ലൂസീവ്സ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം നമുക്കതിനകത്ത് വാർത്താമൂല്യം കാണാൻ പറ്റില്ല. NV കൃഷ്ണവാര്യർ സാർ അന്ന് വീക്കെൻഡിൽ അതിനകത്ത് അച്ചടിക്കുന്ന ഓരോ വാക്കും വരിയും NV വായിച്ചിരിക്കും. ചീഫ് എഡിറ്റർ എന്നുള്ളതിൽ അക്ഷരാർത്ഥത്തിൽ മറ്റുള്ളവർക്കൊക്കെ കൊടുത്താലും അവരെല്ലാവരും നോക്കി എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുനിന്ന് അദ്ദേഹം ടിക്കറ്റ് കഴിഞ്ഞാലേ ഇത് കമ്പോസിങ്ങിൽ പോകത്തുള്ളൂ. അങ്ങനെയായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ എത്തിയ ഉടനെ അദ്ദേഹം ഒന്നാമത് അദ്ദേഹം ഒരു സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ്, ഒരു ശാസ്ത്രബോധം ഉള്ള ഒരു ആളായിരുന്നു. ടെക്നോളജി ഇത് കണ്ടപ്പം പുള്ളി വളരെ എക്സൈറ്റഡ് ആയി. ഇത് എക്സ്ക്ലൂസീവ് സ്റ്റോറിയല്ലേ, വേറെ ആരെങ്കിലും അടിക്കുന്നതിന് മുമ്പ് പത്രത്തിൽ കൊടുക്കണം. അങ്ങനെ എക്സ്ക്ലൂസീവായിട്ടുള്ള 3-4 സ്റ്റോറീസ് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോവളം കവികളുടെ സ്മാരകം, അതന്ന് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കുലക്ഷേത്രം എന്ന് പറഞ്ഞൊരു ഒരു പൂജ നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു അനന്തരാവകാശിയായിട്ടുള്ള ഭഗവതി അമ്മ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരു പൂജയൊക്കെ നടത്തി മാത്രം നിന്നിരുന്ന സ്ഥലമാണ്. യാദൃശ്ചികമായിട്ടാണത് PK നാരായണപിള്ള സാറ് എഡിറ്റ് ചെയ്തിറക്കിയ രാമകഥപ്പാട്ട്, ഭരതം പാട്ടെന്ന് പറഞ്ഞ 2 പുസ്തകങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നൊരു ഇതുണ്ട്. അപ്പോൾ ഈ കളർ ഫീച്ചർ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഗതി പറയുന്നുണ്ട്. അപ്പോൾ PK നാരായണപിള്ള സാർ ജീവിച്ചിരിക്കുന്ന സമയത്താണ്, ജഗതി ആ ജംഗ്ഷനിലാണ്, ഉള്ളൂർ ലൈനിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ അവിടെ പോയി കണ്ടപ്പം അത് ലൊക്കേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാനും കൂടെ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോയി, ഫോട്ടോഗ്രാഫറുമായിട്ട് പോയി. അന്ന് ബിനുലാൽ ഫോട്ടോഗ്രാഫറായിട്ട് ഇവിടെ വന്ന് ഫോട്ടോഗ്രാഫർ ട്രെയിനിയായിട്ട് വരുന്ന സമയമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി പടമൊക്കെ എടുത്തു. പടം എടുത്തപ്പോൾ തന്നെ, എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് കുറേ ആളുകൾ നമ്മളെ വന്നങ്ങ് വളഞ്ഞു. എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ അപകടം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു 10-30 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിന് ചുറ്റുമുള്ള ആളുകൾ അത് കയ്യേറി അവിടെ ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ പണിതിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി പോകും എന്നുള്ളൊരു ഘട്ടം ഇരുന്ന സമയത്താണ്. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും വർഷം, 400 വർഷം പഴക്കമുള്ള ഒരു സ്മാരകമാണ്, അത് നശിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഫ്രണ്ട് പേജിൽ അത് കളർ ചിത്രത്തോടു കൂടി വാർത്ത വന്നു. അന്ന് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ബാബു പോൾ സാറായിരുന്നു. ബാബു പോൾ സാറ് രാവിലെ തന്നെ മാതൃഭൂമിയിൽ വിളിച്ചിട്ട് എൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച്, അന്ന് മൊബൈലൊന്നുമില്ല, ലാൻഡ് നമ്പറാണ്, എന്നെ വിളിച്ചിട്ട് ഇതെവിടെയാണ് എക്സാക്റ്റായിട്ട് ലൊക്കേഷൻ എവിടെയാണ് അത് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ പിന്നെ ഞാനിത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു ടീം വരും. അങ്ങനെ അവിടെ ഒരു ടീം വന്നു, സന്ദർശിച്ചു, അത് ഗവൺമെൻറ് ഏറ്റെടുത്തു. അതിനെ പിന്നീട് സ്മാരകമാക്കി മാറ്റി. ബാക്കി 10 സെൻറ്റോ മറ്റോ കിട്ടിയുള്ളൂ, ബാക്കി മുഴുവൻ വേറെ ആളുകൾക്ക് പതിച്ച് വാങ്ങിപ്പോയിരുന്നു. പക്ഷെ ഉള്ളത് സംരക്ഷിക്കുകയും മതിൽ കിട്ടുകയും ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. P. വിശ്വംഭരൻ സാർ അന്ന് ഇതിനകത്ത് വളരെ സജീവമായിട്ട് ഇടപെട്ടു. അദ്ദേഹം ചെയർമാനായിട്ട് കോവളം കവികൾ സ്മാരക സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കി. ആ സമിതി
ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തിട്ടൊക്കെയാണ് അത് റെഗുലറൈസ് ചെയ്തെടുത്തത്. അദ്ദേഹം ഇടപെട്ടതോടുകൂടി ആ പ്രതിഷേധം കുറേ അങ്ങ്, കാരണം അദ്ദേഹം അത്രയും വളരെ ശക്തനായൊരു നേതാവായിരുന്നു. അദ്ദേഹം കൂടെ ഇടപെട്ടിട്ടാണ് ആ സ്മാരകം ഉണ്ടായത്. അതുപോലെ ഒരു അവിസ്മരണീയമായ സംഭവം എന്ന് പറയുന്നത് കോവളത്ത് ലൈഫ് ഗാർഡുകൾ വന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ദിവസം യാദൃച്ഛികമായിട്ട്, ഇപ്പം സ്ഥിരമായിട്ടിങ്ങനെ ഈ എൻ്റെ ബീറ്റും കൂടെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു, വിദേശത്തുനിന്ന് കുളിക്കാനിറങ്ങിയ വന്ന ഒരു വിദേശി കടലിൽ മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത. അപ്പോൾ ഇങ്ങനെ കുറേ വാർത്തകൾ വന്നപ്പോൾ ഞാൻ അവിടെ സബ് ഇൻസ്പെക്ടറായിരുന്ന ഗോപാലകൃഷ്ണൻ നായർ, ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് IPS ഒക്കെ കിട്ടി, റിട്ടയർ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. അദ്ദേഹം അന്ന് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇത് വളരെ പതിവായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിനുള്ളിൽ എത്ര പേരങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അതറിയാം, നമ്മുടെ ഇവിടെ GD റിപ്പോർട്ട് നോക്കിയാൽ അറിയാം. ഞാനിവിടെ GD റൈറ്ററെ ഒന്ന് പരിചയപ്പെടുത്തി തരാം, ഒരു ദിവസം ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അതിൻ്റെ കണക്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, GD ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് GD എണീറ്റ് നിന്ന് സ്വീകരിച്ചു, കണക്കെടുത്തു. അപ്പോൾ ഓരോ വർഷവും ഭയാനകമായ കണക്കായിരുന്നു. അവിടെ ആ റെക്കോർഡിൽ മാത്രമേ ഉള്ളൂ ഇത്ര പേര് മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഹവ ബീച്ചിലാണ് ഇത് നടക്കുന്നത്. ഞാനൊരു റിപ്പോർട്ട് എഴുതി, മരണത്തിൻ്റെ കനി നീട്ടുന്ന കടലോരം എന്നാണെന്ന് ഹെഡിങ് കൊടുത്ത്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മരണത്തിൻ്റെ കനി നീട്ടുന്ന കടലോരം. ഈ കനി എന്ന് പറയുന്നത് ഹവ ബീച്ച് ആയതുകൊണ്ട് അതുകൂടെ വെച്ചിട്ട് കൊടുത്തു. ഈ കണക്ക് റിപ്പോർട്ടെല്ലാം കൂടെ വെച്ചിട്ടൊരു വാർത്ത കൊടുത്തു. ഒരു 6 കോളം വലിയ വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ വന്നു. അന്ന് T. ബാലകൃഷ്ണനായിരുന്നു ടൂറിസം ഡയറക്ടർ. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ, എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയിൽ നിന്ന് വിളിച്ച് എൻ്റെ നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എവിടെ നിന്നാണ് ഡീറ്റെയിൽസ് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ പോലീസിൻ്റെ GD റിപ്പോർട്ടിലുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് തടഞ്ഞില്ലെങ്കിൽ കോവളത്തിൻ്റെ ടൂറിസം ഇല്ലാതായി പോകും. ഇത്രയും പേര് അപ്പോഴപ്പോഴും റിപ്പോർട്ട് വരുന്നതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടി 65 പേര് 5 കൊല്ലത്തിനുള്ളിൽ അവിടെ കടലോരത്ത്, കോവളം കടലോരത്ത് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്പ്ലോസീവ് ന്യൂസാണ് എന്ന് പറഞ്ഞു. ഈ വാർത്ത അവിടെ വന്നപ്പോൾ കോവളത്ത് ഇതെല്ലാം വലിയ വാർത്തയായി. ആ സമയത്ത് കോവളത്തെ ഒരു ഹോട്ടലിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ലൈഫ് ഗാർഡ് ട്രെയിനർ അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇതെല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അങ്ങേര് പറഞ്ഞു, ഇവിടെ ഒരു ലൈഫ് ഗാർഡ് സിസ്റ്റം വേണം, ഇവിടെ എന്തുകൊണ്ടില്ലാന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് ആളുകളെ പരിശീലിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ചു, എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു ഓസ്ട്രേലിയക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ അയാളെ പോയി കണ്ട് അയാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതും വാർത്ത കൊടുത്തു, ഇങ്ങനെ ഞാൻ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഉടനെ ടൂറിസം ഡയറക്ടർ നേരെ കോവളത്ത് പോയി ഇയാളെ കണ്ട് സംസാരിച്ചു. ഇയാളെ കൂടെ വിളിച്ചൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അങ്ങനെ അവിടുന്ന് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു 25 രൂപ 50 രൂപയാണ് ഒരു ദിവസക്കൂലിക്ക് ആളെ കണ്ടെത്തി ഇദ്ദേഹം തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് പരിശീലനം കൊടുത്ത് ലൈഫ് ഗാർഡ് സിസ്റ്റം കൊണ്ടുവരുന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷം, ഒരു 10 20 കൊല്ലത്തിന് ശേഷം, ഞാൻ പറയുന്നത് 87 88 ഈ സംഭവം നടക്കുന്നത്. എൻ്റെ ബ്രദറിനില്ല ദമാമിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ, അവൻ ഇലക്ട്രോണിക് സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അവിടുത്തെ ഈ ഹെൽത്ത് ക്ലബിലെ ഇലക്ട്രോണിക് ഓപ്പറേറ്ററായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ലൈഫ് ഗാർഡ്, അവർക്കവിടെ പെർമനൻറ്റ് ലൈഫ് ഗാർഡുണ്ട്. അപ്പോൾ അവിടെ ഒരു മലയാളിയാണ്. ചെന്നപ്പോഴത്തേക്ക് എവിടെയാണ് സ്ഥലം, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ കോവളത്ത് ലൈഫ് ഗാർഡായിരുന്നു. അവിടെ ഇങ്ങനെ മാതൃഭൂമിയിൽ ഒരു അജിത് വെണ്ണിയൂർ എന്ന് പറഞ്ഞൊരാളാണ് അത്, പിന്നെ ഞങ്ങളെ ഈ പത്രത്തിലൊക്കെ എഴുതി ഞങ്ങളെ എടുത്തു. പിന്നെ ഞങ്ങളെപ്പോഴും സ്ഥിരമായിട്ട് വിളിക്കും. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ച് പറയും, വാർത്ത വരും പിറ്റേ ദിവസം നന്നായിട്ട്. അപ്പോൾ ഈ രക്ഷിച്ച കേസുകളൊക്കെ നമ്മൾ കൊടുക്കും, ഇവരുടെ പേരൊക്കെ വെച്ച് കൊടുത്തു, ഒരു ബേബി എന്നൊക്കെയാണ് ഇവരുടെ പേര്, ആ പേര് വെച്ച് കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് ആ അവസരം കിട്ടിയതും എനിക്കിവിടെ വരാൻ പറ്റിയതും എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ ബ്രദറിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എന്നെ വിളിക്കുന്നു. എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷവും അത് ഓർമ്മിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം, ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് പിന്നെ രസകരമായ അനുഭവങ്ങളും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. 90കളുടെ ആദ്യമാണ് ഭാരതീയ വിദ്യാഭവൻ ഇവിടുത്തെ സെൻറ്ററുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അന്ന് ഗോപാൽരാമൻ സാറായിരുന്നു അതിൻ്റെ സെക്രട്ടറി, ഒരു രാമസ്വാമി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രധാന മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടാൻ അവിടെ അന്ന് അതിൻ്റെ
ഭരണസമിതിയിലുണ്ടായിരുന്ന ഒരു RS നായർ, എൻ്റെ ഒരു ബന്ധുവാണ്. അദ്ദേഹം പറഞ്ഞു അവിടുത്തെ കുറച്ച് പത്രങ്ങളിൽ വാർത്ത തയ്യാറാക്കി കൊടുക്കാനും അവരുടെ ബ്രോഷറൊക്കെ തയ്യാറാക്കാനും സഹായിക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം അങ്ങനെ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് എൻ്റെ ജേർണലിസം പശ്ചാത്തലം അവർ മനസ്സിലാക്കുകയും എന്നോട് ചോദിച്ചു, കുറച്ച് എക്സാമിനറായിട്ട് പല ജില്ലകളിൽ നിന്നിങ്ങനെ ഈ പരീക്ഷാ പേപ്പർ വരുന്നുണ്ട്, ഒന്ന് നോക്കിത്തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എക്സാമിനറായിട്ടാണ് ഞാൻ ഈ ഭാരതീയ വിദ്യാഭവനിൽ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 97 സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ PRO ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ആ സമയത്ത് അന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിരുന്ന MB തോമസ് സാറ്, ഞങ്ങൾ വളരെ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാഹിത്യ ക്യാമ്പിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അതുമുതലുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അടുത്ത ഈ വർഷം മുതൽ പബ്ലിക് റിലേഷൻസിൻ്റെ ഒരു കോഴ്സ് കൂടെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ അവിടുത്തെ PRO എന്നുള്ള നിലയിൽ ഒരു സബ്ജക്റ്റ് ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ 96-ലോ 97-ലാണ് ആദ്യമായിട്ട് ഞാൻ ഈ ജേർണലിസം അധ്യാപനത്തിലേക്ക് തിരിയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ബാച്ചായപ്പം ജേർണലിസത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ പെട്ടെന്ന് വേറെ സ്ഥലം മാറിപ്പോയപ്പോഴത്തേക്ക് ആ ഒരു പേപ്പർ എടുക്കാമോ എന്ന് ചോദിച്ചു. രണ്ടിലും ക്ലാസ് എടുത്തിരുന്നു. ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്, ഇത്രയും വർഷമായിട്ട് 97 മുതൽ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചലഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഹാൻഡ് കമ്പോസിങ്ങിൽ തുടങ്ങി സാധാരണ മറ്റേ ട്രെഡിലക്ഷ അന്ന് ഓട്ടോമാറ്റിക് മെഷീൻ, അത് കഴിഞ്ഞ് റോട്ടറി പ്രസ്, അത് കഴിഞ്ഞ് ഓഫ്സെറ്റ്, ഇതിലൊക്കെ വന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഞാൻ വരുന്നത്. പക്ഷേ ഓരോ ദിവസവും അന്നുണ്ടായിരുന്ന വേഗതയല്ല, പിന്നെ അതിഭയങ്കരമായൊരു സാങ്കേതിക വിസ്ഫോടനം തന്നെ നടന്നൊരു കാലഘട്ടമാണ്. അപ്പം ഞാനതൊരു എന്നെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയും ആ ഒരു ചലഞ്ചിങ് ആയിട്ട് എടുത്തു. മറ്റെല്ലാ ജോലികൾക്കിടയിൽ കൂടി ആ ജോലി ഞാൻ ചെയ്തിരുന്നു. സാക്ഷരതാ മിഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗാന്ധി സ്മാരകത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ചുമതലയെടുത്തു. അപ്പോഴും ആഴ്ചയിൽ 2 ക്ലാസ്സെങ്കിലും എടുക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ തൃശ്ശൂരിൽ അതിൻ്റെ പബ്ലിക്കേഷൻസ് വിഭാഗത്തിൻ്റെ എഡിറ്ററായിട്ട് നിയമിതനായി. ആ സമയത്ത് തൃശ്ശൂരിലെ ഭാരതീയ വിദ്യാഭവൻ്റെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഇവിടെ, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുടുംബശ്രീയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ട് KSUDP എന്നാണ്, കേരള സുസ്ഥിര നഗര വികസന പദ്ധതിയിൽ, അതായത് IECയുടെ ഹെഡായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ എല്ലാം ജേർണലിസം പശ്ചാത്തലത്തിൽ നിന്നാണ്. ജേർണലിസം ആണ് നമ്മുടെ ബേസിക് ആയിട്ടാണ്. ഈ എല്ലാ സ്ഥലങ്ങളിലും ന്യൂസ് ലെറ്ററും മാഗസിനും ഉണ്ടായിരുന്നു, അതിൻ്റെ എഡിറ്റിംഗ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അപ്പോൾ അതിലും ഇതെനിക്ക് സഹായിച്ചത്. ഇതൊരു റെസിപ്രോക്കലാണ്. ഈ പഠിപ്പിക്കുന്നത് വെച്ചിട്ട് എനിക്ക് അവിടെ എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് കുട്ടികളുമായിട്ട് കൂടുതൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു തൊഴിലായിട്ടല്ല കണ്ടത്, അത് നമ്മുടെ പ്രൊഫഷനെ അപ്ഡേറ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനുമുള്ള, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു അവസരമായിട്ടാണ് തുടരുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ പല സ്ഥലത്തും പോകുമ്പോഴും പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് മാധ്യമമായിട്ട് ഇപ്പോഴും നിരന്തരം ബന്ധപ്പെടുന്നൊരവസ്ഥയാണ്. പലപ്പോഴും നമ്മളൊരു വാർത്ത അയച്ച് കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഒരു കോൾ വരും, സാർ എൻ്റെ പേര് ഇന്നതാണ്, സാറിന് ഓർമ്മയുണ്ടോ, ഞാൻ സാറിൻ്റെ അധ്യാപകനിലെ സ്റ്റുഡൻ്റായിരുന്നു, ഞാനിപ്പോൾ ഈ പത്രത്തിലാണ് അല്ലെങ്കിൽ ഈ ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ്. അതിൽ നമുക്കൊരു അഡ്വാൻറ്റേജും ഉണ്ട്, ഒരു പ്രത്യേക പരിഗണന കിട്ടും, വാർത്ത സ്കിപ്പ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ എൻ്റെ പ്രൊഫഷനിലും അത് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇപ്പം കേരളകൗമുദി പത്രത്തിലാണെങ്കിലും നമ്മുടെ ഒരു 3-4 സ്റ്റുഡൻസ് നല്ല പൊസിഷൻസിൽ ഇരിപ്പുണ്ട്. എല്ലാ പത്രങ്ങളിലും, കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഭാരതീയ വിദ്യാഭവനിൽ നിന്നുള്ള സ്റ്റുഡൻസ്, ചാനലുകളിലും എല്ലാ ചാനലുകളിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ ഇത്രയും വർഷത്തിനുള്ളിൽ. അതുപോലെ ഇടയ്ക്കൊരു കാലത്ത് ഒരു പട്ടാളത്തിൽ ആർമി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന ഒരു നായർ സാബ്, അദ്ദേഹം ഇതിൻ്റെ ഡയറക്ടറായിട്ട് വന്ന സമയത്തൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. ആർമിയിലുള്ള ലെഫ്റ്റനൻറ്റ് കേണൽ നിരയിലുള്ള കുറേ ആളുകൾക്ക് അവരുടെ ഈ റിട്ടയർമെൻറ്റിന് മുമ്പ് 2 വർഷം അവർക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അദ്ദേഹം അത് മൊബിലൈസ് ചെയ്തിട്ട് ഒരു 4-5 വർഷം തുടർച്ചയായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കേണൽമാരും മലയാളികളായിട്ടുള്ള ആളുകൾ ഇവിടെ വരും. കാരണം അതിനകത്തൊരു
അഡ്വാൻറ്റേജ് ഉള്ളത് വൈകുന്നേരം മാത്രമേ ക്ലാസ് ഉള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ആസ് എ ഫുൾ ടൈം കോഴ്സ്. അപ്പം ബാക്കിയുള്ള സമയം അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, വീട്. ഈ ആർമിയിൽ വളരെ ദുരിതപൂർണമായ ജീവിതം കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നു. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവർക്ക് ചില വ്യവസ്ഥകളുണ്ട്. കാരണം ഇതിൽ പരീക്ഷ മിനിമം 50% മാർക്കിൽ ജയിക്കണം, ഇല്ലെങ്കിൽ ഈ പൈസ മുഴുവൻ തിരിച്ചടക്കേണ്ടി വരും. വാങ്ങിച്ച ശമ്പളം മുഴുവൻ, ഭീമമായ ശമ്പളം വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അവർ വളരെ താല്പര്യം എടുത്തത് പഠിക്കും, കൃത്യമായി ക്ലാസ്സിൽ വരും, കൃത്യമായി അസൈൻമെൻറ്റ്സ് ചെയ്യും, സംശയങ്ങൾ ചോദിക്കും, അവരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനൊരു നല്ലൊരു അവസരമായിരുന്നു. അതിലും ഇപ്പോഴും ആളുകളെ പലപ്പോഴും ഞാൻ പിന്നീട് ഒരിക്കൽ ഡൽഹിയിൽ പോയപ്പോൾ, ലേയിൽ പോയപ്പോഴത്തേക്ക് അവിടെയൊക്കെ പോയപ്പം എന്നെ ഇവരെല്ലാവരും, ഞാൻ വെറുതെ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഞാൻ ഇന്നെ വിസിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ കോൺടാക്റ്റ് ചെയ്യും, അവരെന്നെ സ്വീകരിക്കുകയും അവരുടെ ആർമി ഓഫീസേഴ്സ് ക്ലബ്ബിൽ പോയി എനിക്ക് വിരുന്നൊരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു നമ്മളൊരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനും നമ്മുടെ ഒരു വ്യക്തിപരമായ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് ഈ അധ്യാപനം എന്ന് പറയുന്നത്. പിന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, നമുക്ക് എപ്പോഴും ഈ രംഗത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഞാൻ പ്രസ് അക്കാഡമിയിലും ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട്, അന്ന് എനിക്ക് അവിടെ തന്നിരുന്നത് ഇൻ്റർവ്യൂ മെത്തേഡ്സാണ്. കാരണം ഞാനന്ന് വീക്കെൻഡിൽ കുറേ അധികം ആളുകളെ, വന്ദന ശിവ, ജി രവീന്ദ്രവർമ്മ, ആര്യരത്നെ തുടങ്ങിയിട്ടുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കുറേ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടാണ് അന്ന് സത്യവ്രതൻ സാറായിരുന്നു തോന്നുന്നു എന്നോട് വിളിച്ച് പറഞ്ഞു ഇതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് പോയിട്ട് പ്രസ് അക്കാഡമിയിൽ പോയിട്ടുണ്ട്. പിന്നെ ദീപികയുടെ അവരുടെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, അവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഈ സന്നദ്ധ സംഘടനകളുടെ ഈ ഒരു കാവൽ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ടായിരുന്നു. അവർ ഈ കോഴ്സുകൾ നടത്തുന്നതിനകത്ത് അവർക്ക് ഈ മീഡിയ പ്രവർത്തനം, പത്രങ്ങൾക്ക് വാർത്ത എങ്ങനെ എഴുതണം, മീഡിയ റിലേഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാനുള്ള അതൊരു സ്കീമായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചിൻ്റെ എക്യൂമിനിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അത് അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഉൾപ്പെടെ പിന്നെ അവരുടെ സോഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ട്. അവർക്ക് ഈ മീഡിയ റിലേഷൻ, എങ്ങനെ അവരുടെ ആശയങ്ങൾ മീഡിയ വഴി എത്തിക്കണം, പ്രസ് റിലീസ് തയ്യാറാക്കുന്നത് എങ്ങനെ, അങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ പോകാൻ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാനിത് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ എക്സ്പെർട്ടീസ് ഷെയർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളൊരു അവസരമായിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു വലിയ അനുഭവമാണ്. ഇതിനിടയിൽ എനിക്ക് ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ എനിക്ക് കിട്ടിയ അവസരങ്ങളാണ് ഗവൺമെൻറ്റിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിൽ, ആദ്യം സാക്ഷരതാ മിഷനിലായിരുന്നു, പിന്നീട് കുടുംബശ്രീ, കില, KSUDP തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ കുടുംബശ്രീയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ടിരിക്കുന്ന സമയത്താണ് ധനവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ക്ഷണം കിട്ടി അവിടെ PRO പോസ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് അതിൻ്റെ കാലാവധി കഴിഞ്ഞ ഉടനെ ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഫ്രീലാൻസ് വർക്ക്, പിന്നെ ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഗ്യാൻ വിതരണം എന്ന് പറഞ്ഞൊരു മാഗസിനുണ്ട്. 12 ഭാഷകളിൽ ഒരേ സമയത്ത് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൻ്റെ ഇംഗ്ലീഷ്, മലയാളം പതിപ്പുകളിൽ സ്ഥിരം കോളം എഴുതുന്നുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ കൺസൾട്ടിങ് എഡിറ്ററായി. അപ്പോൾ അങ്ങനെ അതും ഭാരതീയ വിദ്യാഭവനിലെ, പിന്നീട് അതിൻ്റെ കോഴ്സ് ഡയറക്ടറായി ഭാരതീയ വിദ്യാഭവൻ്റെ. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അവിചാരിതമായിട്ടൊരു ഓഫർ ബംഗാളിൽ നിന്ന് വരുന്നത്. അത് യാദൃച്ഛികമായിട്ടാണ്, അത് ജോലിയായിട്ടല്ല. പുതുതായി ചുമതലയെടുത്ത ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് സാർ, അദ്ദേഹം 100 ദിവസം തികയുമ്പോൾ 100 ഡേയ്സ് ഇൻ ഓഫീസ് എന്ന് പറഞ്ഞൊരു കോഫി ടേബിൾ ബുക്ക് ഇറക്കണം, അതിന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അതിനും ഒരു കാരണം, ഞാൻ കുടുംബശ്രീയിലിരിക്കുമ്പോൾ കുടുംബശ്രീയുടെ 15 വർഷത്തെക്കുറിച്ചൊരു കോഫി ടേബിൾ ബുക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് അദ്ദേഹം ഒരു യാത്രക്കിടയിൽ ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ വെച്ച് ഈ കോഫി ടേബിൾ ബുക്ക് അവിടെ കണ്ടു. അപ്പോൾ അതിൽ എഡിറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ പ്രസ് സെക്രട്ടറി തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുകയായിരുന്നു. ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, അതിൻ്റെ ഒരു പ്രചാരം ചുമതല നോക്കാമോ എന്ന് ചോദിച്ചു. താല്പര്യം കാണിച്ചു. പിന്നീടാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ ഹെഡായിട്ടും OSD എന്ന് പറഞ്ഞാൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നുള്ള നിലയിൽ അവിടുത്തെ മീഡിയ വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കാനായിട്ടുള്ള ഒരു ദൗത്യം കിട്ടിയത്. അവിടെയും
നമ്മുടെ ജോലി ഇത് തന്നെയാണ്. മാധ്യമങ്ങളുമായിട്ടുള്ള മീഡിയ റിലേഷൻസ്, പ്രസ് റിലീസസ് തയ്യാറാക്കുക, പിന്നെ പബ്ലിക്കേഷൻസിൻ്റെ എഡിറ്റിങ്ങും പ്രൊഡക്ഷനുമാണ്. അവിടെ വിവിധ ഭാഷകളിൽ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, പുറമെ മലയാളവും. മലയാളത്തിൽ തന്നെ 16 പുസ്തകങ്ങൾ ഇതുവരെ ഇറങ്ങിക്കഴിഞ്ഞു. മൊത്തം 22 പുസ്തകം ഈ കാലയളവിൽ അവിടുന്ന് ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പുതിയൊരു അവസരമായിട്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ പോലെ ഒരു ജീനിയസ്, നമുക്ക് അറിയപ്പെടുന്ന ഒരു ജീനിയസിനോടൊപ്പം വർക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ പ്രിവിലേജുമാണ്, വലിയൊരു എക്സ്പീരിയൻസുമാണ്. പിന്നെ കൽക്കട്ട എന്ന് പറയുന്നൊരു വളരെ വിശാലമായൊരു സ്ഥലമാണ്. അദ്ദേഹം കൽക്കട്ടയിൽ മാത്രമല്ല, ഈസ്റ്റേൺ സോൺ കൾച്ചറൽ സെൻറ്റർ എന്ന് പറഞ്ഞ EZCC എന്ന് പറഞ്ഞൊരു വലിയ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമുണ്ട്, 7 സംസ്ഥാനങ്ങളുടെ. അതിൻ്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ 7 സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെ പോകാനും കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ്. അതുകൂടി കണക്കിലെടുത്താണ് ഞാൻ ആ ഒരു അവസരം ഏറ്റെടുത്തത്. അത് ഇപ്പോഴും തുടരുകയാണ്. അല്ല, ഞാൻ ഈ ഗവൺമെൻറ്റിലെ പബ്ലിക് റിലേഷൻസ് വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ പോലും കിട്ടിയിരുന്നൊരു അവസരം എന്ന് പറയുന്നത്, എല്ലാ സ്ഥലത്തും ഒരു ന്യൂസ് ലെറ്റർ, മാഗസിൻ തുടങ്ങാനുള്ളൊരു അവസരം ഉണ്ടായി. അത് മാക്സിമം പോപ്പുലറൈസ് ചെയ്യാനായിട്ട് ഉള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ അതിലും ഈ ജേർണലിസം അവിടെയും നമുക്ക് അതേപടി തന്നെ, അതേ ടെമ്പർമെൻറ്റിൽ തന്നെ, പക്ഷേ കുറച്ചുകൂടെ ഇൻറ്റൻസീവായിട്ട് നമുക്ക് തുടരാനായിട്ട് പറ്റി. സാക്ഷരതാ മിഷനിലിരിക്കുമ്പം തുടർ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു മാസികയായിരുന്നു. പിന്നെ അത് ദ്വൈവാരികയാക്കി, പിന്നെ അത് വാരിക ആക്കി, വളരെ പ്രചാരം കിട്ടിയിരുന്നൊരു പ്രസിദ്ധീകരണമായിരുന്നു. അത് കഴിഞ്ഞ് കിലയിൽ പോയപ്പോൾ കില ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടുംബശ്രീയിൽ എൻ്റെ കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു മാഗസിൻ, പിന്നെ കുടുംബശ്രീ വാർത്താപത്രിക, KSUDPയിൽ 2 പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് നഗരവാർത്ത, സുസ്ഥിര നഗരവാർത്ത, പിന്നെ ഒന്ന് സിറ്റിസ്കേപ്പ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലും മലയാളത്തിലും. ഈ അവിടെയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റി. അതുപോലെ മറ്റൊരു അവസരമായിരുന്നു IMPCC എന്ന് പറഞ്ഞൊരു ഒരു സംവിധാനമുണ്ട്. അതായത് ഗവൺമെൻറ് മീഡിയയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മീഡിയയിലെ ചീഫ് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് സംവിധാനമാണ്. അന്ന് ദൂരദർശൻ ഡയറക്ടറാണ് അതിൻ്റെ ചെയർമാൻ. PIB, ഓൾ ഇന്ത്യ റേഡിയോ, ഗവൺമെൻറ്റിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർമാർ. അപ്പോൾ അതിൻ്റെ മെമ്പറാകാനും, അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാകാനും, എല്ലാവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും ഷെയർ ചെയ്യാനുമായിട്ട്, നമ്മുടെ പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു അവസരം ഒരു കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ മറ്റ് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള പല പ്രസിദ്ധീകരണങ്ങളിലും എഴുതാനുള്ളൊരവസരം ഇതിൽ കൂടി വന്നിട്ടുണ്ട്. മിക്കവാറും ഒക്കെ നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ കുടുംബശ്രീയെക്കുറിച്ചാണെങ്കിൽ ഒരു 4-5 ഇൻ്റർനാഷണൽ മാഗസിൻസിൽ കുടുംബശ്രീ എക്സ്പെരിമെൻസിനെ കുറിച്ചും കുടുംബശ്രീ മോഡലിനെ കുറിച്ചൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദിലെ NIRD എന്ന് പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൽ, അവിടെ റിസോഴ്സ് പേഴ്സണായിട്ട് അവിടെ ചെയ്തിരുന്നത് ഈ ഡെവലപ്മെൻറ്റ് കമ്മീഷണർമാർ, അസിസ്റ്റൻറ്റ് ഡെവലപ്മെൻറ്റ് കമ്മീഷണർമാർ, BDOs ഇവർക്കുള്ള റെഗുലർ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതിലെല്ലാം തന്നെ ഇന്ന് ശാരദാ മുരളീധരനായിരുന്നു കുടുംബശ്രീയുടെ ഡയറക്ടറായിരുന്നത്. അപ്പോൾ അവരും SM വിജയാനന്ദ സാറും കൂടി മുൻകൈ എടുത്തിട്ട് കുടുംബശ്രീ മോഡൽ ഒരു സബ്ജക്റ്റായിട്ട് തന്നെ എടുത്തിരുന്നു, ഒരു പ്രസൻറ്റേഷനായിട്ട്. അത് ആദ്യ കാലഘട്ടത്തിൽ വിജയാനന്ദ സാറും പിന്നെ ശാരദാ മുരളീധരനാണ് എടുത്തിരുന്നത്. ഞാനവിടെ ചെന്നതിന് ശേഷം ആ ചുമതല എനിക്ക് വന്നു. അത് ഞാൻ കുടുംബശ്രീയിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 വർഷം ഞാനാണ് അവിടെ പോയി ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ അവിടെയും ഈ ഒരു അധ്യാപനം നമുക്ക് നടത്താൻ ഇങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ഈ അവസരങ്ങൾ ഉണ്ടാക്കി തരാനും പ്രോത്സാഹിപ്പിക്കാനും ഈ ചുമതലകൾ വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കാനും ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇത് എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല. ഞാൻ ഒരിക്കലും ഒരു സെൽഫ് മെയ്ഡ് മാൻ എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടാറില്ല. ഒരുപാട് പേര് ഇതിനകത്ത് പത്രപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഇതുവരെയും ഇതുപോലുള്ള ആളുകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും ഈ ചുമതലകൾ തന്ന് നമ്മളെ ഒരു എംപവർ ചെയ്യാനും ഉള്ള ഒരു ശ്രമം നടത്തിയത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IASൽ തന്നെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. K. ജയകുമാർ, SM വിജയാനന്ദ്, എബ്രഹാം സാറ്, ആനന്ദബോസ് സാറും ഇതേപോലെ ഞങ്ങൾ കുറച്ച് കൂടുതൽ അടുക്കുന്നത് തന്നെ അദ്ദേഹം ഇവിടെ ഗവൺമെൻറ്റിൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്.
അന്ന് എനിക്ക് ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ ജൈക്ക എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ജപ്പാൻ ഇൻ്റർനാഷണൽ കോർഡിനേഷൻ ഏജൻസി. അവരുടെ ഒരു ഇൻ്റർനാഷണൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഫിലിപ്പൈൻസിൽ വെച്ചിട്ട് ഒരു മാസത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ ആ കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അത് കേരള ഗാന്ധി സ്മാരക നിധി വഴി വന്നതാണ്. അവിടെയും ഈ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെലോഷിപ്പാണ്. ആ ഫെലോഷിപ്പ് വളരെ പ്രയാസമായിരുന്നു. ആ കാലത്ത് ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്താണ്. ലാസ്റ്റ് മിനിറ്റിലാണ് പോകുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് വിസ കിട്ടുന്നതിനൊരു കണ്ടീഷൻ വന്നത്. ഗവൺമെൻറ് സെക്രട്ടറി ലെവലുള്ള ഒരാൾ നമ്മളെ എൻഡോഴ്സ് ചെയ്യണം. ഞാൻ ഈ ഒരു മാസം അവിടെ താമസിക്കുന്നത് കൊണ്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അവിടെ നമ്മൾ താമസിച്ചാൽ എന്ത് സംഭവിച്ചാലും ഉത്തരം പറയാൻ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി ലെവലിലുള്ളതാണ്. അപ്പോൾ ഞാൻ പലരെയും സമീപിച്ചു. അപ്പോൾ ആരും, ജയകുമാർ സാറിനെയാണ് ആദ്യം വിളിച്ചത്. അപ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡൽഹിയിലാണ്, എനിക്ക് അന്ന് കിട്ടണം, വെള്ളിയാഴ്ച വരുന്നത്, എനിക്ക് തിങ്കളാഴ്ച പോകേണ്ടത്. അപ്പം എന്നോട് അദ്ദേഹം തന്നെ ചോദിച്ചു, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളതിൽ ഞാൻ അന്വേഷിച്ചപ്പം ആനന്ദബോസ് സാർ മാത്രമേ ഉള്ളൂ സെക്രട്ടറി ആയിട്ടുള്ളത്, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് നിർമ്മിതി കേന്ദ്രത്തിലുള്ളപ്പോഴേ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാം, ഞാൻ മാതൃഭൂമിയിലെ ഒരു ഫീച്ചറൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം അവിടെ ചെന്നു. ഇതെല്ലാം നോക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് അല്പം റിസ്ക് ഉള്ളൊരു കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന് അയക്കണം, അവിടുന്ന് റിപ്പോർട്ട് വരണം, അത് കമ്മീഷണർ അവിടെ പോകണം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് എഴുതാൻ പാടുള്ളൂ, അല്ലാതെ നിങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഒരു 5 മണിക്ക് ശേഷം ഇനി വരാൻ പറഞ്ഞു. ഓഫീസിൽ നിന്ന് എല്ലാവരും പോയതിന് ശേഷം അദ്ദേഹം ലെറ്റർ ഹെഡ് എടുത്ത് ടൈപ്പ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു. ടൈപ്പ് ചെയ്തു. അതിൻ്റെ എൻഡോഴ്സ്മെൻറ്റ്, അവർ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് എഴുതിയിട്ട്, ഇതൊരു റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ്, കീപ്പ് ഇറ്റ് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഇതിന് പോകാൻ പറ്റി. അന്ന് മുതലുള്ളൊരു അടുപ്പാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കുറിച്ച് അത്ര അദ്ദേഹത്തിന് ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അതൊന്നും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൽ ജയകുമാർ സാറും ഈ സാക്ഷരതാ മിഷൻ്റെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെയാണ് മുൻകൈയ്യെടുത്ത് ചെയ്തത്. കുടുംബശ്രീയിലും KSUDPയിലും കിലയിലുമൊക്കെ വിജയൻ സാറിൻ്റെ താല്പര്യത്തിലാണ് എനിക്കവിടെ പോകാൻ പറ്റിയത്. അവിടുത്തെ അവസരം വന്നപ്പോൾ ഇങ്ങനെ ഒരു അവസരമുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രൊഫഷനിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയാവുന്ന ഒന്നാണ് ഈ റോക്കഫെല്ലർ ഫൗണ്ടേഷൻ്റെ ഇനിഷ്യേറ്റീവിൽ തുടങ്ങിയ ലീഡർഷിപ്പ് ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഫെലോഷിപ്പ്. അത് 97ലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മൊത്തം 15 പേരെ പല സെക്ടറിൽ നിന്നാണ്, മീഡിയ, സോഷ്യൽ വർക്ക്, സയൻസ്, സയൻറ്റിഫിക്, മെഡിക്കൽ സയൻസ്, അങ്ങനെ പല സെക്ഷനിൽ നിന്നൊരു 15 പേരെ സെലക്ട് ചെയ്തിട്ട് 2 വർഷത്തെ ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിനെ എനിക്കൊട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാനന്ന് സാക്ഷരതാ മിഷനിൽ ജോയിൻ ചെയ്ത സമയത്താണ് എനിക്ക് അതിൻ്റെ ഒരു ഓഫർ വരുന്നത്. ഒരു അപേക്ഷ ഞാൻ യാദൃശ്യമായിട്ടിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടെന്നുള്ളത്. പിന്നെ കേരള ഗാന്ധി സ്മാരക നിധിയിലും അതിൻ്റെ ഒരു കടലാസ് ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു, ഇങ്ങനൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ആരെങ്കിലും നോമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഇത് രണ്ടും കൂടി വെച്ചിട്ടാണ് ഞാൻ ഇതിനൊരു അപേക്ഷ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സാക്ഷരതയെക്കുറിച്ചായിരുന്നു. രസകരമായൊരു സംഭവമാണ്. MGK മേനോൻ, അവിടെ 2 മലയാളികളുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ബോർഡിൽ. കപില വത്സ്യാനൻ ഉൾപ്പെടെ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ജസ്റ്റിസ് പതക് എന്ന് പറയുന്നത്, വളരെ പ്രസിദ്ധനായ ജസ്റ്റിസ് പതക് ഉണ്ടായിരുന്നു. 12 പേരുള്ള ഇൻ്റർവ്യൂ ബോർഡാണ്. റോക്കഫെല്ലർ ഫൗണ്ടേഷൻ്റെ അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾ എല്ലാം അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സാക്ഷരതാ മിഷനിൽ ഞാൻ ജോയിൻ ചെയ്ത സമയമാണ്. ഇൻ്റർവ്യൂവിന് ഒരു 2-3 തരത്തിലാണ്. ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ കടന്നുകൂടി. അതൊന്നും കടന്നുകൂടുന്നു പ്രതീക്ഷിച്ചതല്ല, ഭാഗ്യത്തിന് കടന്നുകൂടി. പിന്നെ അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് ചെന്നു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, സാക്ഷരതാ മിഷനിലാണ്, സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ. ഉടനെ MGK മേനോൻ എന്നോട് ചോദിച്ചു, കേരള ഹാസ് ഓൾറെഡി അച്ചീവ്ഡ് 10% ലിറ്ററസി, ദെൻ വാട്ട് ഈസ് ദി ജസ്റ്റിഫിക്കേഷൻ ഫോർ ലിറ്ററസി മിഷൻ ഫർദർ? അപ്പം ഞാൻ പറഞ്ഞു, 10% ലിറ്ററസി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് 100%. 90% എബവ് ഈസ് കൺസിഡേർഡ് ആസ് 10%. അപ്പോൾ 10% എപ്പോഴും നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, പലതരത്തിലുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നമുള്ളവർ, ഏജ് പ്രോബ്ലം ഉള്ളവർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ആളുകളുണ്ട്. പിന്നെ
നേരത്തെ പഠിച്ചവരിൽ തന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനാണ് ഈ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേറെ സ്കൂളും കോളേജൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ സാക്ഷരതാ മിഷൻ അവിടെ എന്തിനാണ് ഇപ്പം വീണ്ടും തുടങ്ങുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നൊരു ഇന്നൊവേറ്റീവ് പ്രോഗ്രാം തുടങ്ങി, ബിയോണ്ട് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു 20 പോയിൻ്റ് പ്രോഗ്രാമാണ്. അതിനകത്ത് വാട്ടർ ലിറ്ററസി, ലീഗൽ ലിറ്ററസി, ഹെറിറ്റേജ് ലിറ്ററസി, അങ്ങനൊരു സ്കീം ഉണ്ടാക്കി. അതിന് പ്രധാന കാരണക്കാർ MG ശശിഭൂഷൺ സാറും ജയകുമാർ സാറും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നൊരു ടീമിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണിത് ഒരു പുതിയൊരാശയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ആശയം ഉണ്ടാക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ് ഒരു അവാർഡും ഏർപ്പെടുത്തിയിരുന്നു, 1 ലക്ഷം രൂപയുടെ അവാർഡ്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിൽ വെച്ചിട്ടൊരു ഇന്നൊവേറ്റീവ് പരിപാടി ഉണ്ടാക്കുന്നതിനകത്ത് ആലോചിച്ചു. അപ്പോൾ ഞാൻ ഈ ബിയോണ്ട് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് എന്തായി, വാട്ടർ ലിറ്ററസി എന്താണ്, എൻവയോൺമെൻറ്റ് ലിറ്ററസി എന്താണ്, ഹെറിറ്റേജ് ലിറ്ററസി, പിന്നെ അതിനെക്കുറിച്ചായി ചോദ്യം. അപ്പോഴത്തേക്ക് ഏതാണ്ട് 20 മിനിറ്റാണ്, മാക്സിമം 20 മിനിറ്റ്സാണ്. 25 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും വൈൻഡപ്പ് ചെയ്തു. അത് പറഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ച് ചോദ്യം ചോദിച്ച് കഴിഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേറെ ഒന്നും എന്നോട് ചോദിച്ചില്ല, കാരണം ഇത് ലീഡർഷിപ്പ് ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് പോയത്. ഒരു ചോദ്യം ചോദിച്ചില്ല. പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ മറ്റു പോയൊരു PhD-കാരുണ്ടായിരുന്നു, IFS-കാരുണ്ടായിരുന്നു, IAS-കാരുണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി ആളുകളായിരുന്നു ഇൻ്റർവ്യൂവിലുണ്ടായിരുന്നു. അവരോടെല്ലാം ഈ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ക്ലൈമറ്റ് ചേഞ്ച് എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, എക്കോളജിക്കൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഞാൻ ഈ സാക്ഷരതയിൽ പിടിച്ചു നിന്നതുകൊണ്ട് അതിൽ കയറിപ്പോയി. വളരെ അവിചാരിതമായിട്ട് അത് കിട്ടി. 2 കൊല്ലം 16 രാജ്യങ്ങളിൽ പോകാനുള്ള അവസരമുണ്ടായി. ബ്രസീൽ, റഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, റഷ്യയിലെ തന്നെ റിപ്പബ്ലിക് ഓഫ് കൽമൈക്യ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവിടെ അക്കാഡമിക് ലെവലിൽ, യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ആളുകൾ, മീഡിയ പേഴ്സണാലിറ്റീസ്, അങ്ങനെയുള്ള പോളിസി മേക്കേഴ്സ്, അവരുമായിട്ടുള്ള ഡിസ്കഷൻ നടത്താൻ അങ്ങനെ 2 കൊല്ലം അങ്ങനൊരു അവസരം കിട്ടി. അതിനും സാധാരണ നിലയിൽ ഗവൺമെൻറ്റിൽ നിന്നൊരു പെർമിഷൻ കിട്ടാൻ വലിയ പ്രയാസമാണ്. അതും ജയകുമാർ സാറും പിന്നെ ശശിഭൂഷൺ സാറും കൂടിയാണത് മന്ത്രിയെ ബോധ്യപ്പെടുത്തി എനിക്ക് എൻ്റെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ഫെലോഷിപ്പ് ചെയ്യുന്നതിനുള്ളൊരു പെർമിഷനൊക്കെ തന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു പിന്തുണ എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് തുടരാൻ പറ്റുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് K. സുകുമാരൻ നായർ എന്നാണ്. അമ്മയുടെ പേര് D. വിമലമ്മ. അമ്മ അധ്യാപികയായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് കുടുംബമായിട്ടുണ്ടായിരുന്നൊരു വിദ്യാലയം, ഗുരുകുലം പബ്ലിക് സ്കൂൾ എന്നുള്ള രീതിയിൽ സ്കൂള് നടത്തിയിരുന്നു. എൻ്റെ സഹോദരി സുമകുമാരി എന്നാണ് പേര്. അദ്ദേഹവും എക്കണോമിക്സ് MA ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അധ്യാപികയായിട്ടും പിന്നെ വൈസ് പ്രിൻസിപ്പളുമായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഒരു സഹോദരൻ, അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു, അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഭാര്യ അജിതകുമാരി എന്നാണ് പേര്. അദ്ദേഹവും അധ്യാപികയാണ്. മക്കൾ 2 പേരാണ്. മകൻ അരവിന്ദ്, അദ്ദേഹം IT ഫീൽഡിലാണ്. വെബ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ്, വെബ് കണ്ടൻറ് മാനേജ്മെൻറ്റ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അത് BTech പാസ്സാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഓസ്ട്രേലിയൻ കമ്പനിയിലും ഒരു അമേരിക്കൻ കമ്പനിയിലും 2 കൊല്ലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ടൊരു ഫോം തുടങ്ങി, ഓസം ഡിജിറ്റൽ ഇന്നൊവേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഒരു 25 പേരുള്ളൊരു വലിയ ടീം, കൂടുതലും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള വർക്കുകളാണ് എടുക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ജോലി. മകൾ അപർണ എന്നാണ് പേര്. അദ്ദേഹം കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. കുറച്ചു കാലം ഇവിടെ അമൃത TV-യിലും ഏഷ്യാനെറ്റിലും കോസ്റ്റ്യൂം ഡിസൈനറായിട്ടും ഫാഷൻ ഡിസൈനറായിട്ടും അവിടുത്തെ ഈ റിയാലിറ്റി ഷോസിൻ്റെ ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ അബുദാബിയിലാണ്, വിവാഹം കഴിഞ്ഞിട്ട് അബുദാബിയിലാണ്. അവിടെയും ഈ പ്രവർത്തനം ഫ്രീലാൻസിങ് ആയിട്ട് കോസ്റ്റ്യൂം ഫാഷൻ ഡിസൈനിങ്, പിന്നെ ഡാൻസ് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ ചെയ്യുന്നത്. സണ്ണില്ലായും അവിടെ തന്നെയാണ്, അബുദാബി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ലുലുവിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഈ പ്രൊക്യൂർമെൻറ്റ് ഡിവിഷനിൽ ഇപ്പോൾ ഒരു ടീം ലീഡറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 3 കൊച്ചുമക്കളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്.
ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പാച്ചല്ലൂർ, തിരുവനന്തപുരം ജില്ലയിലെ കോവളത്തിന് സമീപമുള്ള പാച്ചല്ലൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ ജന്മസ്ഥലമായ വെണ്ണിയൂരിൽ നിന്നൊരു 5-6 കിലോമീറ്റർ മാറിയിട്ടാണ്, അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്.